ദുബായിൽ മുഫീദ് ആസ്ട്രിക്സ് എന്ന കമ്പനീൻ്റെ ഫൗണ്ടർ മുഫീദായിട്ട് നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യാണ്. ഞാൻ പോൾഗ്രാമിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളോട്ട് എക്സ്പെക്ട് ചെയ്തില്ല. അതൊരു ദിവസം റാൻഡമായിട്ട് ഞങ്ങൾക്ക് ഇമെയിൽ അയച്ചു. ബട്ട് അത് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി ഒരു കമ്പനി ഉണ്ടെങ്കിൽ അവർക്കൊരു ഹാർഡ് പ്രോബ്ലം ഉണ്ട്, ദെയർ എഞ്ചിനീയേഴ്സ് കനോട്ട് സോൾവ് ഇറ്റ്. അത് ഞാൻ സോൾവ് ചെയ്ത് കൊടുക്കും ബേസിക്കലി. ഔട്ട് ഓഫ് ദ ബ്ലൂ വിൽ സ്റ്റാർട്ട് ഓക്കെ ഹൗ അബൌട്ട് വി സ്റ്റാർട്ട് ദിസ് കമ്പനി, അപ്ലൈ ടു YC, ഗെറ്റ് ഇൻ, ജസ്റ്റ് ഡു ദിസ് സ്റ്റാഫ്. അപ്പോൾ 3 months ആണ് ലൈക്ക് ഫുൾ Y Combinator പ്രോഗ്രാം. നല്ലോണം ഓർഗനൈസ്ഡ് ആണ് YC ഇൻ എ വേ ദാറ്റ് ലൈക്ക് കുറേ ഇൻവെസ്റ്റേഴ്സ്, ഐ തിങ്ക് 3,000-4,000 ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഓൺ ദാറ്റ് Zoom call. ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് വീക്ക് ഓഫ് YC തന്നെ Y Combinator കമ്പനീസ് ഹാക്ക് ചെയ്യാൻ തുടങ്ങി ടു ടോക്ക് അബൌട്ട്. അപ്പോൾ ലൈക്ക് 9 ഓപ്പൺസ് ഞങ്ങളൊരു ബിറ്റ് ഓഫ് ന്യൂസൻസ് ആയിരുന്നു YC-യിൽ. ഈ ഒരു VC വേൾഡ് തന്നെ വർക്ക് ചെയ്യുന്ന ഇച്ചിരി കൈൻഡ് ഓഫ് വിയേർഡാണ്. ഹായ് ഓൾ, ഇന്ന് നമ്മൾ ദുബായ് വന്നേക്കാണ്. ദുബായിൽ മുഫീദ് ആസ്ട്രിക്സ് എന്ന കമ്പനീൻ്റെ ഫൗണ്ടർ മുഫീദായിട്ട് നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യാണ്. ഞാനൊരു 2 months ബാക്ക് ഇവരെ ഞാൻ സാൻ ഫ്രാൻസിസ്കോത്ത് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു Y Combinator YC-യിലുള്ള ഒരു ബാച്ച് കിട്ടിയ ഫൗണ്ടേഴ്സ് ടീം ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊപ്പം ഞാനും സ്റ്റേ ചെയ്ത് അവരൊപ്പം തന്നെയായിരുന്നു. അപ്പോൾ തന്നെ ഫൈനലി നമ്മൾ ദുബായ് വന്ന് മീറ്റ് ചെയ്തപ്പോൾ ദേ ആർ ഓൾസോ ഇൻ ദുബായ് ആൻഡ് ഇവർ മിഡിൽ ഈസ്റ്റാണ് ഇവരുടെ ഒരു ഹോം ബേസ് ആയി കീപ്പ് ചെയ്യാൻ നോക്കുന്നത് അപ്പാർട്ട് ഫ്രം ദ സാൻ ഫ്രാൻസിസ്കോ. അപ്പോൾ നമ്മളൊരു പോഡ്കാസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് ഹൗ ദ പോഡ്കാസ്റ്റ് കെയിം ഇൻ ടു ബി. അപ്പോൾ മുഫീദിനെ ക്വിക്കായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ വെൻ യു ആർ 15 year old സമയത്ത് യു ബിൽഡ് സം പ്രൊഡക്റ്റ്. ഐ റീച്ച്ഡ് ഔട്ട് ഓൺ ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഓർ സംതിങ്. ദെൻ ഇവൻച്വലി നമ്മൾ മീറ്റ് ചെയ്തത് വാസ് ഡ്യൂറിങ് കൊച്ചി മീറ്റപ്പ് അല്ലേ. കൊച്ചിയിൽ നമ്മൾ പ്രൊഡക്റ്റ് KPH മീറ്റപ്പ് പോസ്റ്റ് ചെയ്ത സമയത്ത് യു ആർ ദർ. അപ്പോൾ സമയത്ത് വേറൊരു കമ്പനി ആയിരുന്നു. ദെൻ fast forward 2024 we again met in San Francisco. ആ സമയത്ത് you got into Y Combinator. ആ സമയത്ത് the podcast will be mostly covering about the YC experience. അപ്പോൾ അത് തന്നെ വേറെ ആരും തന്നെ കവർ ചെയ്തിട്ടുണ്ടാവില്ല. someone from Kerala, from Thrissur went to YC. ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ഫ്യൂ മന്ത്സ് ജേർണി എങ്ങനെയായിരുന്നു, പോൾ ഗ്രഹാമായിട്ട് ഡിന്നർ പോയതും പിന്നെ ബ്രയൻ ചെസ്കി എയർബിൻബിൽ ഫൗണ്ടറായിട്ട് മീറ്റ് ചെയ്തതും ലോട്ട് ഓഫ് ലേണിംഗ്സ് ആൻഡ് എവറിഥിങ്. സോ ദിസ് വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് ഫോർ എപ്പിസോഡ് ആൻഡ് വെൽക്കം മുഫീദ് ടു ദി ഷോ. Thank you for having me. പെർഫെക്റ്റ്. അപ്പോൾ മുഫീദിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരുന്നു? വേർ വാസ് ദ ഫസ്റ്റ് ടൈം യു ഗോട്ട് ഇൻ ടു ടെക്? ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈക്ക് വെൻ ഐ വാസ് 13 years old. അപ്പോൾ ആ സമയത്ത് ഒരു പോപ്പുലർ മലയാളികൾക്കിടയിൽ പ്രത്യേകിച്ച് പോപ്പുലറായിട്ടൊരു ഗെയിം ഉണ്ടായിരുന്നു, മിനി മിലിഷ്യ എന്നാണ് പേര്. ഡൂഡിൽ ആർമി 2 മിനി മിലിഷ്യ. അപ്പോൾ ആ സമയത്ത് ലൈക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഹോട്ട്സ്പോട്ടൊക്കെ ഓണാക്കി കളിക്കുന്ന ഒരു ഗെയിമായിരുന്നു. അപ്പോൾ അന്ന് ഒരു ഫ്രണ്ട് വഴി എപ്പോഴും ആ ഗെയിം കളിക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ട് ഉണ്ട്, എപ്പോഴും ഒരു ഗെയിം പോലും ജയിക്കാറില്ല. ബട്ട് വൺ ഡേ അവിടുത്തെ ബ്ലൂ അവൻ ജയിച്ചു. അങ്ങനെ അവൻ്റെ ഫ്രണ്ടിൻ്റെ ആ ഫോൺ നോക്കിയ സമയത്ത് അവൻ്റെ ഒരു ഹാക്ഡ് വെർഷൻ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മിനി മിലിഷ്യയുടെ ഒരു ഹാക്ഡ് വെർഷൻ, മോഡേൺ വെർഷൻ എന്നാണ് പറയാറ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്താണ് ഇതിൻ്റെ ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്നാണ് അതിൻ്റെ ടെക്നിക്കൽ ടേം പറയുന്നത്. എങ്ങനെയാണ് ഒരു ഗെയിം ഹാക്ക് ചെയ്തിട്ട് അതിൻ്റെ ലൈക്ക് പ്രോ പാക്ക് എനേബിൾ ചെയ്യണം, അല്ലെങ്കിൽ ലൈക്ക് ഹെൽത്ത് അൺലിമിറ്റഡ് ആക്കണം, സോ ദാറ്റ് യു ഉണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ദെൻ ഐ വാസ് പ്രിറ്റി ക്യൂരിയസ് ലൈക്ക് എങ്ങനെ ഞാനത് സ്വന്തമായിട്ട് ഉണ്ടാക്കും. ദെൻ ടുക്ക് മീ എ ഫ്യൂ മന്ത്സ്. ഞാൻ കുറച്ച് ഫോറത്തിലൊക്കെ കയറി ഇറങ്ങി അവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ച് എങ്ങനെ ചെയ്യുന്നത് ചോദിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് ഞാൻ സ്വന്തമായിട്ട് മിനി മിലിഷ്യ മോഡ്സ് റിലീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനൊരു ടെക് വേൾഡിലേക്ക് വരുന്നത്. ലൈക്ക് കോഡിങ് പഠിച്ചു, റിവേഴ്സ് എഞ്ചിനീയറിംഗ് പഠിച്ചു. അപ്പോൾ ആ ഒരു സ്പെസിഫിക് അവർ സെക്യൂരിറ്റി ഇൻഡസ്ട്രിയിലേക്കും കൂടെ ഒരു ഇത് കിട്ടി, ഒരു ഗ്ലിംസ് കിട്ടി. അപ്പോൾ അങ്ങനെ ഗെയിംസ് ഒക്കെ റിലീസ് ചെയ്ത് ലൈക്ക് ആ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഹോബി, ഗെയിം ഹാക്ക് ചെയ്യുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, ബഗ് ബൗണ്ടീസ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. അപ്പോൾ 13 year old സമയത്ത് ആ ഒരു സമയത്ത് ഇതിലേക്ക് എൻ്റർ ചെയ്യാനുള്ള മോട്ടിവേഷൻ ആ ഗെയിം മാത്രമായിരുന്നു, അല്ലെങ്കിൽ പാരൻസ് ആൻഡ് അവരെങ്ങനെ സപ്പോർട്ടീവ് ആയിരുന്നു ടു ദ ഹോൾ തിങ്? പാരൻസിന് ആക്ച്വലി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ സ്പെസിഫിക്കലി ലൈക്ക് സ്വന്തമായിട്ടൊരു ക്യൂരിയോസിറ്റി വന്നതാണ്. അപ്പോൾ ഒരു ഗെയിം എങ്ങനെ ഹാക്ക് ചെയ്യുന്നു, ലൈക്ക് എങ്ങനെയാണ് ഒരു ഡീഫോൾട്ട് ബിഹേവിയർ അത് മാറ്റിയെടുത്തതെന്ന് പറയുമ്പോൾ എനിക്ക് അതൊരു ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ ഒരു സബ്ജക്റ്റ് സ്പെസിഫിക്കലി. അപ്പോൾ ഞാൻ ആ ഒരു വേർഡിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു പസിൽ പോലെയാണ് ഓൾമോസ്റ്റ്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് അറിയാത്തൊരു കോഡ് അതിൽ കമ്പൈൽഡ് ആയിരിക്കും, അത് ഡീകമ്പൈൽ ചെയ്യണം, അതിനെ ഡിസംബ്ലി ചെയ്യണം, അതിൽ കുറേ കാര്യങ്ങൾ പ്രോഗ്രാം ലാംഗ്വേജസ് പഠിക്കാനുണ്ട്, അസംബ്ലി, C++. അപ്പോൾ അതൊക്കെ പഠിച്ച് വന്ന സമയത്ത് എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതൊരു ഗെയിം പോലെ എടുത്തു. ഞാനും സ്വന്തമായിട്ട് മോഡ് റിലീസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് കുറേ യൂസേഴ്സും കിട്ടി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു മോഡ് റിലീസ് ചെയ്ത സമയത്ത് ഒരു സ്കിൻ മോഡായിരുന്നു. അപ്പോൾ റിയൽ സ്റ്റീൽ എന്നൊരു മൂവിയുള്ള സ്കിൻ എടുത്ത് ഞാൻ ഗെയിമിലേക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒരു ബ്ലോഗിലേക്ക് ഇട്ടു. അപ്പോൾ 50,000 ഡൗൺലോഡ്സ് ഒക്കെ കിട്ടി. അപ്പോൾ ആ സമയത്ത് എനിക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അത് കൊള്ളാം, കുറേ യൂസേഴ്സ് ഉണ്ട്, സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവത്തിന് യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ദെൻ ലൈക്ക് ഫാസ്റ്റ് ഫോർവേഡ് ലൈക്ക് ഞാൻ പിന്നെ ലക്കി പാച്ചർ എന്നൊരു ഫേമസ് ആപ്പ് ഉണ്ട്. അപ്പോൾ അതിനൊരു പാച്ചൊക്കെ ഉണ്ടാക്കി, അതും കുറേ യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു യൂസേഴ്സൊക്കെ കിട്ടുന്ന സമയത്ത് ഒരു ഫീഡ്ബാക്ക് ഉണ്ട്, ലൈക്ക് ഐ ലൈക്ക് ദാറ്റ്. അപ്പോൾ ആ ഒരു സംഭവം വെച്ച് കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ ഒരു മോഡേൺ വേർഷൻ ഉണ്ടാക്കി, നല്ല ഇൻസ്റ്റാൾസ് കിട്ടി, ഡൗൺലോഡ്സ് കിട്ടി, അപ്പോൾ ഒരു ചെറിയ അപ്രീസിയേഷൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കുള്ള ഒരു ഇത് സ്കൂൾസോ അല്ലെങ്കിൽ കോളേജസോ അതിന് വേണ്ടിയുള്ള സപ്പോർട്ടീവ് എൻവയോൺമെൻ്റ് ആണോ തന്നിട്ടുള്ളത്? അപ്പോൾ അത് എവിടെ, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു?
സോ ഞാൻ ഇത് 8th പഠിക്കുമ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സ്കൂളിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ ഫേസ് ഒക്കെ വെച്ച് എഡിറ്റ് ചെയ്തിട്ട് മിനിമിലിഷ്യയിൽ അവരുടെ ഫേസ് ആക്കി മാറ്റും. എന്നിട്ട് ക്ലാസ്സിലെ പിള്ളേർക്ക് കൊടുക്കും, APK കൊടുക്കും. അപ്പോൾ അവർ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫേസ് ആയിരിക്കും ഗെയിമിലുണ്ടാകുന്നത്. അപ്പോൾ അവർ വന്നിട്ട് ഏതെങ്കിലും വേറെ ഗെയിം റിക്വസ്റ്റ് ചെയ്യും, എനിക്ക് 8 ബോൾ പൂൾ ഹാക്ക് ചെയ്തിട്ട് തരാമോ, ഞാനത് ഹാക്ക് ചെയ്ത് കൊടുക്കും. ഡ്രീം ലീഗ് അങ്ങനെ കുറേ ഗെയിംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ചുമ്മാ റിക്വസ്റ്റ് അനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അന്ന് ജസ്റ്റ് ഒരു ഫണ്ണാണ്. അപ്പോൾ സ്കൂളിൽ ചെറുതായിട്ട് പാട്ടായി. അപ്പോൾ ഞാനൊരു കമ്പ്യൂട്ടർ കിഡ് എന്നുള്ള ഒരു സംഭവം വന്നിരുന്നു, ലൈക്ക് 8th 9th 10th ഒക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ടീച്ചർമാർക്ക് സപ്പോർട്ടീവാണ്, ലൈക്ക് അവരിങ്ങനെ കാണാറുണ്ട്. ഞാൻ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നു ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് അവർ കാണും. ദെൻ ലൈക്ക് അറൗണ്ട് ദ ടൈം, ലൈക്ക് 10th ആവുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇതൊരു കരിയർ ആക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അതൊരു കോമ്പറ്റീഷൻ വഴിയായിരുന്നു. അപ്പോൾ എന്നെ വീട്ടിൽ അവിടെയാണ് വീട്ടിൽ നല്ല സപ്പോർട്ട് വരുന്നത് ആക്ച്വലി. അപ്പോൾ അവർ കൈൻഡ് ഓഫ് ട്രൈ ടു ഫിഗർ ഔട്ട് വാട്ട് ഐ വാസ് ഡൂയിങ്. അപ്പോൾ അവർ ന്യൂസ് പേപ്പറിൽ ഒരു ആഡ് കണ്ടു, ഇന്ത്യ സ്കിൽസ് കോമ്പറ്റീഷൻ എന്ന് പറയും. അത് വേൾഡ് സ്കിൽസ് ഒളിമ്പിയാഡിൻ്റെ ക്വാളിഫയർ ആണ്. അപ്പോൾ അതിലെ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ വെബ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ വന്നപ്പോൾ എന്നോട് വീട്ടുകാർ ചോദിച്ചു, ഇതാണോ നീ കമ്പ്യൂട്ടറിൽ എപ്പോഴും ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു യെസ്, കോഡിങ് എക്സാക്ട്ലി. അപ്പോൾ അങ്ങനെ ഞാൻ 10th പഠിക്കുമ്പോഴാണ് കോമ്പറ്റീഷൻ പോയത്. എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം ലൈക്ക് ബിടെക് സ്റ്റുഡൻസ്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്. അന്ന് ഞാൻ 10th പഠിക്കുന്നത്. ബട്ട് എനിക്ക് സ്റ്റേറ്റ് ലെവൽ 3rd കിട്ടി ആ കോമ്പറ്റീഷനിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓ വെയിറ്റ്, പീപ്പിൾ ഡു ദിസ് ഫോർ ലിവിങ്. അപ്പോൾ ആ സമയത്ത് ഒരു കരിയർ ആക്കാനുള്ള ഒരു മൂവ് തുടങ്ങി. അപ്പം ചെറിയ ഫ്രീലാൻസ് പ്രോജക്ട്സും അതുപോലെ ബഗ് ബൗണ്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ആ ഒരു 10th ആ ഒരു ടൈം. ഈ ബഗ് ബൗണ്ടറി എന്താണ് ഫോർ ദ ഓഡിയൻസ്? എന്താണ് ശരിക്കും ബഗ് ബൗണ്ടറി? ആ ഒരു ഇതിലേക്ക് ആരായിരുന്നു മോട്ടിവേഷൻ? ഒബ്വിയസ്ലി ആ ഗെയിംസ് മോഡ് ചെയ്ത് തുടങ്ങിയതാണ്. പെൻ ആ ബഗ് ബൗണ്ടറി എന്ന രീതിയിൽ ആ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം. സോ അതും ഞാൻ ലൈക്ക് അറൗണ്ട് 9th 10th പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ആഡ് വന്നു. അപ്പോൾ അതിനകത്ത് ആഡല്ല, ആക്ച്വലി ഒരു പോസ്റ്റ് വന്നു. അപ്പോൾ അതിനകത്ത് ജോൺ സൈമൺ, ആക്ച്വലി എൻ്റെ ഫ്രണ്ടാണ്, ആളിപ്പോൾ ദുബായിലുണ്ട്. അപ്പോൾ ആള് ആക്ച്വലി $7,500 കിട്ടി ഫേസ്ബുക്കിൽ നിന്ന്. ഫേസ്ബുക്കിൽ ഒരു ലോഗിനിൽ ഒരു XSS വളർത്തി കണ്ടുപിടിച്ചു, ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്. അപ്പോൾ ബേസിക്കലി ബഗ് ബൗണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ ദോസ് ഹു ഡോണ്ട് നോ, കമ്പനീസ് പേ എ ലോട്ട് ഓഫ് മണി ഇഫ് യു ഹാക്ക് ദം ലീഗലി. അപ്പോൾ ഇപ്പോൾ ഗൂഗിളിലാണ് ഞാൻ ഹാക്ക് ചെയ്യുന്നത്, ഒരു വളർത്തി കണ്ടുപിടിച്ചു, SQL ഇൻജെക്ഷൻ ഓർ വടവർ. അപ്പോൾ ഞാനത് അവർക്ക് റെസ്പോൺസിബിലിറ്റി ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള പോർട്ടൽസ് ഉണ്ട്, വളർത്തി ഡിസ്ക്ലോസർ പ്രോഗ്രാംസ് എന്ന് പറയും, VDPs, അപ്പോൾ VRPs, അങ്ങനെ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ഫിക്സ് ചെയ്യും. ദെൻ ഫോർ ബീങ് എ ഗുഡ് സമാരിറ്റൻ they would pay like a good amount of money, like 10K 30K per bug. അപ്പോൾ കമ്പനീസ് അനുസരിച്ചിട്ടാണ്, ചില കമ്പനീസ് പേ ചെയ്യാറില്ല, ചില കമ്പനീസ് ആണ് പോലെ പേ ചെയ്യും. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ ന്യൂസ് പേപ്പർ വഴിയാണ് കണ്ടത്. ഈ ഒരു ഫ്രണ്ടിൻ്റെ പോസ്റ്റ് കണ്ടു. ദെൻ I was like, okay, I should do that too. അങ്ങനെയാണ് ബഗ് ബൗണ്ടറി ഏത് ബ്രാൻഡ് കമ്പനി ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാം. എത്ര എമൗണ്ട് ആണ് ഓർമ്മയുണ്ടോ? ഒരു ലൈക്ക് ഇവൻ പേ ചെയ്തോ? ഐ തിങ്ക് മൈ ഫസ്റ്റ് എവർ ബൗണ്ടറി വാസ് ഫ്രം സ്ട്രൈപ്പ്. ആ സ്ട്രൈപ്പിൽ ഒരു വള്ളം രണ്ട് സമയത്ത് എനിക്ക് $100 കിട്ടി. ദാറ്റ് വാസ് ദ ഫസ്റ്റ് Stripe.com. സ്ട്രൈപ്പ്. അതെന്ത് ബഗ് ബൗണ്ടറി ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്നു? അതിൽ ബേസിക്കലി ലൈക്ക് ഒരു സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഡിസ്ക്ലോസർ ആണ് കണ്ടുപിടിച്ചത്. ലൈക്ക് അവരുടെ ഒരു പ്രൈവറ്റ് ഇൻഫർമേഷൻ വാസ് സപ്പോസ് ടു ബി പ്രൈവറ്റ്, ബട്ട് ഐ ഫൗണ്ട് ഇറ്റ് പബ്ലിക്ലി. ആ ഫസ്റ്റ് $100 കിട്ടിയപ്പോൾ ഒരു ഫീലിംഗ് എന്തായിരുന്നു? ദാറ്റ് വാസ് ഇൻസൈൻ. അത് ആക്ച്വലി ഒരു സ്റ്റോറിയാണ്. കാരണം ആ സമയത്ത് എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഒന്നുമില്ല. ഐ വാസ് നോട്ട് 18. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു ബൗണ്ടറി കിട്ടിയ സമയത്ത് ഇപ്പം എത്ര വയസ്സുണ്ട്? 22. ഓക്കെ, 4 years back. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ബഗ് കണ്ടുപിടിച്ചു. അപ്പോൾ അവർ പറഞ്ഞു $100 ബൗണ്ടി തരാൻ പറ്റും. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ $100 വരാനുണ്ട്. അപ്പോൾ അവർക്കാണെങ്കിൽ ലൈക്ക് സസ്പീഷ്യസ് ആണ്, ലൈക്ക് ഓക്കെ സ്കാം $100 ഫ്രം. അപ്പോൾ അവർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു, ലൈക്ക് ഇങ്ങനെയാണ് സംഭവം. ദേ വുഡ് പേ മണി ബിക്കോസ് ഐ ഹാക്ക് ദം ബട്ട് ലീഗലി. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ലൈക്ക് എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിലേക്കാണ് പൈസ വന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ആളുണ്ടായിരുന്നു. ബൗണ്ടി എല്ലാം എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് വരും. എത്ര എമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു 18-19 സമയത്തൊക്കെ? Exact amount I don't know, maybe like 10 to 15K overall USD. like USD. Oh, 10 lakh something. Nearly from bug bounties. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി ഈ ബഗ് ബൗണ്ടി തന്നെ ഒരു ലിവിങ് ലൈഫ് സ്റ്റൈൽ ആക്കി കൊണ്ടുപോകാം. ബട്ട് ദെൻ വാട്ട് പീക്ഡ് ഇൻ ടു പ്രൊഡക്റ്റിലേക്ക് ഇൻട്രസ്റ്റ് വരാനുള്ള ഒരു ജേർണി എങ്ങനെയായിരുന്നു? സോ എവർ സിൻസ് ലൈക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് മുതലേ എൻ്റെ മെയിൻ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വന്തമായിട്ട് കമ്പനി തുടങ്ങാം എന്നുള്ളതായിരുന്നു. ലൈക്ക് എന്തെങ്കിലും ബിസിനസ് ആരോ തിങ്സ് ആയിരുന്നു ആഗ്രഹം. ബട്ട് എനിക്ക് ടെക്നിക്കൽ സൈഡിൽ നല്ല അഫിനിറ്റി ഉള്ള ഒരാളാണ്. അപ്പോൾ ലൈക്ക് ടെക്നിക്കൽ സൈഡ് എനിക്ക് വിടാനും പറ്റത്തില്ല, എന്നാൽ ബിസിനസ് എനിക്ക് വേണേനെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ലിമിനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ആക്ച്വലി ലൈക്ക് വെൻ ഐ ടേൺഡ് 18 I was like അതിന് മുമ്പേ ആക്ച്വലി ചെയ്തിരുന്നു വിത്ത് എ വെബ്സൈറ്റ്. അന്ന് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് ലൈക്ക് ജസ്റ്റ് ഹാഡ് എ വെബ്സൈറ്റ്. അപ്പോൾ അത് ഫ്രീലാൻസോ അതേപോലെ കൺസൾട്ടൻസി പോലെ ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെയാണ് ഒരു ബിസിനസ്സിലേക്ക് ഒരു എക്സ്പോഷർ കിട്ടുന്നത്. അപ്പോൾ ഐ വാസ് ജസ്റ്റ് സെല്ലിങ് മൈ സ്കിൽസ്. ലൈക്ക് അതിൽ പ്രൊഡക്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ബേസിക്കലി സെക്യൂരിറ്റി ഓഡിറ്റ് ചെയ്യും, അതേപോലെ ലൈക്ക് സിസ്റ്റംസ് പ്രോഗ്രാമിംഗ് ചെയ്യും. അപ്പോൾ അതിൽ സ്പെസിഫിക്കലി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതായത് ലിമിനൽ സോൾവ് എന്ന് പറയും. മെയിൻ പ്രിമൈസ് എന്ന് വെച്ചാൽ liminal.space/solve. ആ വെബ്സൈറ്റിനകത്ത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ അത് ആക്റ്റീവ് അല്ല, ബട്ട് അത് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി ഒരു കമ്പനി ഉണ്ടെങ്കിൽ അവർക്കൊരു ഹാർഡ് പ്രോബ്ലം ഉണ്ട്, ദെയർ എഞ്ചിനീയേഴ്സ് കനോട്ട് സോൾവ് ഇറ്റ്. അത് ഞാൻ സോൾവ് ചെയ്ത് കൊടുക്കും ബേസിക്കലി. സോ ദേ വുഡ് കോൺടാക്ട് മീ. അപ്പോൾ അവർ സെയിം ഇങ്ങനെ ഒരു ചാലഞ്ചിങ് പ്രോബ്ലം ഉണ്ട്, ഐ വുഡ് ടാക്കിൾ ദാറ്റ്. അപ്പോൾ അങ്ങനെ സെക്യൂരിറ്റി സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഒരു ഫസ്റ്റിലേക്ക് ആ ഒരു ബിസിനസ് എക്സ്പോഷർ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ കൊച്ചി മീറ്റപ്പിൽ വന്ന സമയത്ത് ഈ പറഞ്ഞ സംഭവം ഐ റിമെമ്പർ യു മെൻഷൻ liminal.space കാണിച്ചിരുന്നായിരുന്നു. പിന്നെ അതിൽ നിന്ന് മാറി ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? ആ സമയത്താണ് ദുബായിക്ക് മൂവ് ചെയ്തിട്ടുണ്ടല്ലേ?
സോ ആ സമയത്ത് ഞാൻ ദുബൈയിലേക്ക് മൂവ് ചെയ്തത്. കാരണം കുറേയൊക്കെ ക്ലയൻസ് ഇവിടെ മിഡിൽ ഈസ്റ്റിലായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി കൺസൾട്ടൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഇവിടെ ബാങ്ക്സും അതേപോലെ അല്ലാതെ കമ്പനീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കായിരുന്നു കുറേയൊക്കെ സർവീസസ് ഉണ്ടായിരുന്നത്. ദെൻ ഡിസൈഡഡ് ഓക്കെ ദുബായ് ഇസ് എ റിയലി ഗുഡ് പ്ലേസ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലായിരുന്നു ലൈക്ക് സെക്യൂരിറ്റി സ്പെസിഫിക്കലി നല്ല മാർക്കറ്റ് ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്തത്. ദെൻ ഐ ഡിസൈഡഡ് ലൈക്ക് പ്രൊഡക്റ്റ് ഒരു പ്ലാൻ ആയിരുന്നു. കാരണം ഇതിൽ ബേസിക്കലി എന്ന് വെച്ചാൽ എൻ്റെ ടൈമാണ് ഞാൻ സെല് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് മീൻസ് ലൈക്ക് ഐ ക്യാൻ മേക്ക് മണി വെൽ ഐ സ്ലീപ്പ്. കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതാണ് എൻ്റെ മെയിൻ ഗോൾ ഉണ്ടായിരുന്നത്. ബട്ട് ഐ നീഡഡ് എക്സ്പീരിയൻസ് ഇൻ ദ മാർക്കറ്റ് ബിഫോർ ദാറ്റ്. അതായിരുന്നു ഈ ലിമിലിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ലൈക്ക് ടോക്കിംഗ് ടു കസ്റ്റമേഴ്സ്. അപ്പോൾ എങ്ങനെയാണ് ഈ ബാങ്ക്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ക്ലയൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കുറേ പഠിക്കാൻ പറ്റി. ദെൻ ഡിസൈഡഡ് ഓക്കെ ഐ ക്യാൻ നോ സെൽ എ പ്രോഡക്റ്റ്. അങ്ങനെയാണ് ആസ്റ്ററിസ്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ആസ്റ്ററിസ്കിന് മുമ്പായിട്ട് ഇപ്പോൾ ഒബിയസ്ലി നമ്മൾ കുറച്ച് സർവീസ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ടു സീ ഹൗ വാട്ട് ക്ലയൻസ്. അപ്പോൾ ഡു യു റെക്കമെൻഡ് ഫസ്റ്റ് സർവീസ് ചെയ്തിട്ട് പിന്നെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത് ഒരു നല്ലൊരു സ്ട്രാറ്റജി ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ഐ തിങ്ക് സോ. അത് കാരണം കുറേ ഇൻസൈറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം സ്പെസിഫിക്കലി ഓരോ ക്ലാസ് ഓഫ് ക്ലയൻസ്, ഇപ്പോൾ ബാങ്ക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റ്സ് ആണെങ്കിൽ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി നല്ല ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ബാങ്ക്സ് ഒക്കെ സ്പെസിഫിക്കലി ലാർജ് ഗ്രൂപ്പ് ഓഫ് ടീംസ് ആണ്. ലൈക്ക് കുറേ കാറ്റഗറീസ് ഉണ്ട്, കുറേ ടീംസ് ഉണ്ട്, എല്ലാം സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ കുറേ പിങ് പോങ് പോലെ കുറേ ബാക്ക് ആൻഡ് ഫോർത്ത് ഉണ്ട്. ഒരു സംഭവം ആക്ച്വലി ഗെറ്റ് ഇറ്റ് ഡൺ എന്നുള്ള സ്റ്റാറ്റസിലേക്ക് വരണമെങ്കിൽ മൾട്ടിപ്പിൾ ടീംസ് ഒരുമിച്ച് വിചാരിക്കണം. കാരണം അത്രയും ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ അതൊക്കെ ലൈക്ക് ഇവരെ കൂടെ കൺസൾട്ടൻസി ഒക്കെ ചെയ്യുന്ന സമയത്ത് പല ടീംസിനോട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടും. ഓക്കെ ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. സോ ഇഫ് ഐ വാണ്ട് ടു സെൽ സംതിങ് ദിസ് ഇസ് ഹു ഐ ഷുഡ് ടോക്ക് ടു. അപ്പോൾ ആ ഒരു സംഭവം കിട്ടണമെങ്കിൽ ആക്ച്വലി ഈതർ ആ കമ്പനിയിൽ വർക്ക് ചെയ്യണം എംപ്ലോയി ആയിട്ട്, ഓർ ജസ്റ്റ് കൺസൾട്ട് ഫോർ ദം. അല്ലെങ്കിൽ ആ ഒരു സർവീസിൽ ആ ഒരു ഐഡിയ കിട്ടും. കൺസൾട്ടൻസി എ ക്വിക്ക് വേ ടു ഗെറ്റ് ആക്സസ് ടു കമ്പനീസ് ദെൻ ഗെറ്റ് ഇൻസൈറ്റ്സ്. സോ ദാറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ കൺസൾട്ടൻസി തുടങ്ങി, ദെൻ ഒബ്വിയസ്ലി യു ഹാഡ് പ്ലാൻ ടു സ്റ്റാർട്ട് എ പ്രൊഡക്റ്റ്. അപ്പോൾ ആ ഒരു കറക്റ്റ് മൊമെന്റ് ഓഫ് ടൈമിൽ ആസ്ട്രിക്സിന് ഒരു ഐഡിയ ആയിട്ട് വന്നതും ആ ഒരു കോഫൗണ്ടേഴ്സിനെ മീറ്റ് ചെയ്തതും ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? സോ ഞാൻ കോമ്പറ്റീഷൻസിനെ കുറിച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തില്ലേ. അപ്പോൾ ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് സൈബർ സെക്യൂരിറ്റിയുടെ ഇന്ത്യ സ്കിൽസിലേക്ക് ഞാൻ കയറുന്നത്. അപ്പോൾ അത് വേൾഡ് സ്കിൽസിൻ്റെ ഒളിമ്പ്യാഡിൻ്റെ ക്വാളിഫയർ ആണ്. അപ്പോൾ അത് ഞാൻ നാഷണൽസ് വരെ എത്തി. അപ്പോൾ നാഷണൽസിൽ, ഓൾ ഇന്ത്യ നാഷണൽസിൽ ഞാനായിരുന്നു ഗോൾഡ് മെഡൽ. ദെൻ സിൽവർ മെഡൽ അശ്ജിത് കലാം എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണ്. ഹീസ് മൈ കോഫൗണ്ടർ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ഈ ഒരു കോമ്പറ്റീഷനിൽ അവൻ സിൽവറും ഞാൻ ഗോൾഡും. അപ്പോൾ ലൈക്ക് വെരി മച്ച് ദ ടോപ്പ് 2 hackers ഫ്രം ഇന്ത്യ. ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ റെപ്രസെന്റഡ് ഇന്ത്യ സൗത്ത് കൊറിയ ഫോർ ദ വേൾഡ് സ്കിൽസ് ഒളിമ്പ്യാഡ്. അപ്പോൾ അതെല്ലാം പോയ സമയത്ത് കുറേ എക്സ്പോഷർ എനിക്ക് അവിടെ നിന്ന് കിട്ടി. ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും അതേപോലെ തന്നെ കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ട് ഏറ്റവും ലൈക്ക് വേൾഡ്സ് ടോപ്പ് ഹാക്കേഴ്സിനൊക്കെ അവിടെ മീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ കുറേയൊക്കെ ആ ഒരു ഫൗണ്ടേഴ്സിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സിനർജി എനിക്ക് കിട്ടും. അപ്പോൾ ഈ ആസ്റ്ററിസ്കിൻ്റെ ഐഡിയ ആക്ച്വലി എനിക്ക് പണ്ട് മുതലേ ഉണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് AlphaZero എന്ന് പറഞ്ഞൊരു മോഡൽ ഓർ AI പാരഡൈം ഡീപ് മൈൻഡ് റിലീസ് ചെയ്തിരുന്നു. അപ്പോൾ സീറോ ഷോട്ട് ലേണിംഗ് എന്ന് പറയും, മ്യൂസിറോ റിസർച്ച് പേപ്പർ ബേസ്ഡ്. അപ്പോൾ അതിൽ അവർ AlphaFold ഒക്കെ ചെയ്തു, അതായത് പ്രോട്ടീൻ ഫോൾഡിങ് വിത്ത് AI. അപ്പോൾ അതിൽ സെൽഫായിട്ട് അത് ഓട്ടോമാറ്റിക്കലി ലൈക്ക് ന്യൂ പ്രോട്ടീൻ ഫോൾഡിങ് സ്ട്രക്ചേഴ്സ് കണ്ടുപിടിച്ചു. അതിന് റീസെന്റ് ഡെമിസ് സാബിന് ലൈക്ക് നോബൽ പ്രൈസ് കിട്ടി. അപ്പോൾ ആ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ ലൈക്ക് ഐ തോട്ട് അബൌട്ട് ദ ഐഡിയ ലൈക്ക് ഓക്കെ ഹൗ അബൌട്ട് ഫൈൻഡിങ് ബഗ്സ് ബട്ട് വിത്ത് AI. അപ്പോൾ ആ സമയത്ത് LLMs ഒന്നുമില്ല, ChatGPT ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ദെൻ ഐ മെറ്റ് ദ റൈറ്റ് പീപ്പിൾ. അശ്വിതിനെ മീറ്റ് ചെയ്ത് ഈ കോമ്പറ്റീഷൻ വഴി. ദെൻ ഒരു റസ്റ്റ് മീറ്റപ്പ് ഉണ്ടായിരുന്നു നാട്ടിൽ, കൊച്ചിയിൽ വെച്ച്. അവിടെയാണ് വിവേകിനെ മീറ്റ് ചെയ്യുന്നത്. ഹീസ് റിയലി ഇൻട്രസ്റ്റഡ് ഇൻ സിസ്റ്റംസ്. അതുപോലെ ലൈക്ക് പുള്ളിക്ക് സെക്യൂരിറ്റിയിലായിട്ട് നല്ല എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ ദ 3 of us would make a really great team. ഞാൻ ഈ ഐഡിയ പ്രസന്റ് ചെയ്തവർക്ക് ഔട്ട് ഓഫ് ദ ബ്ലൂ വിളിച്ച് സ്റ്റാർട്ട് ഓക്കെ ഹൗ അബൌട്ട് വി സ്റ്റാർട്ട് ദിസ് കമ്പനി, അപ്ലൈ ടു IC, ഗെറ്റ് ഇൻ, ജസ്റ്റ് ഡു ദിസ് സ്റ്റഫ്. അപ്പോൾ എല്ലാവരും ഡൗൺ ആയിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സ്റ്റോറി. ആ ഒരു ഐഡിയ വന്നത് അങ്ങനെയാണ്. റൈറ്റ് പീപ്പിൾ, ദെൻ ഐ ഡിസൈഡ് ഓക്കെ ദിസ് ഇസ് ദ ടൈം ടു സ്റ്റാർട്ട് കമ്പനി. ഈ നെക്സ്റ്റ് സെറ്റ് ഓഫ് കോൺവെർസേഷൻ ഫുള്ള് YC പറ്റിയാണ്. അതായത് ഇവരിപ്പോൾ YC കഴിഞ്ഞ് വന്ന കാരണമുണ്ട് ഇവർക്ക് പരമാവധി കോൺടെക്സ്റ്റിലായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ഈ പ്രോഗ്രാം തന്നെ ഇവരെ ഇൻഡിവിജ്വൽ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു വേറെ എക്സ്പീരിയൻസ് ആണ്. ഞാനും കേട്ടിട്ടില്ല. സോ ഐ എം ഓൾസോ ഹിയറിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം ആസ് വെൽ. അപ്പോൾ ഔട്ട് ടു ദ YC ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ YC അവിടെ പോകണു, SF പോകണു. YC കിട്ടുന്നതിന് മുമ്പത്തെ പ്രൊസീജിയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മേ ബി ആ ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് ഫിൽറ്റർ ഔട്ട് ചെയ്യുന്നത്, ഐഡിയ ആണോ ടീമാണോ അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ആണോ, വാട്ട് ഡു ദേ ലുക്ക് ഫോർ? അപ്പോൾ അതൊക്കെ എന്തായിരുന്നു ഫ്രം യുവർ പോയിന്റ് ഓഫ് വ്യൂ? സോ ഞങ്ങൾക്ക് YCയിൽ അപ്ലൈ ചെയ്യുന്നത് തന്നെ ആയിരുന്നു ലൈക്ക് ഇനീഷ്യലി ദ ഗോൾ. അപ്പോൾ അതിൽ കുറേയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായത് ദേ ഡോണ്ട് ആക്ച്വലി ടോക്ക് അബൌട്ട് ദിസ് ഓൾ ദാറ്റ് മച്ച്. പക്ഷേ അതിൽ കൂടുതലും ഫൗണ്ടേഴ്സിന്റെ പ്രൊഫൈലിലേക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില കമ്പനീസ് YCയിൽ കയറിയിട്ട് അവർ പിവറ്റ് ചെയ്യാറുണ്ട്. സോ ഐഡിയ ഇസ് നോട്ട് ദ മെയിൻ ഡീൽ. അപ്പോൾ ഈവൻ ഇഫ് നമ്മളൊരു ഐഡിയ വെച്ച് പോയാലും അവർ മേ ബി സജസ്റ്റ് ചെയ്യും നിങ്ങളുടെ ടീമിന് ഐ തിങ്ക് ആപ്റ്റ് അനദർ ഐഡിയ. ഈവൻ ലൈക്ക് പോൾഗ്രാം വരെ ലൈക്ക് അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. പോൾഗ്രാം ഒരു ഫൗണ്ടേഴ്സിനെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു ഓക്കെ യു ഷുഡ് റാദർ ഡു സംതിങ് എൽസ്. അങ്ങനെ ഉണ്ടായ സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഐഡിയയിൽ അത്ര ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും, കാരണം മിക്കവരും ജസ്റ്റ് ഒരു ഐഡിയ മാത്രമായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്, എല്ലാവരും ലൈക്ക് ഒരു എസ്റ്റാബ്ലിഷ്ഡ് കമ്പനി അല്ല. അപ്പോൾ ഞങ്ങളുടെ കേസിൽ ജസ്റ്റ് ഒരു പ്രോട്ടോടൈപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തു. ദെൻ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാരിറ്റിയാണ്. അപ്പോൾ YCയിൽ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അവർ എപ്പോഴും റീട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു സംഭവം കൺവേ ചെയ്യണമെങ്കിൽ ലൈക്ക് 1 to 2 sentences നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ 2 sentence ഡിസ്ക്രിപ്ഷൻ എന്ന് പറയും. അപ്പോൾ അല്ലെങ്കിൽ വെർട്ടിബ്രേ ഫോർ എ കമ്പനി. അപ്പോൾ അത് എങ്ങനെ ഒരു ഐഡിയ ചുരുക്കി ഒരു സിമ്പിൾ ഒന്ന് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് വരെ മനസ്സിലാവണം. അപ്പോൾ അതാണ് ആപ്ലിക്കേഷനിലൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. കുറേ ബസ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ നല്ല ക്ലാരിറ്റിയിൽ അത് എഴുതി കഴിഞ്ഞാൽ ദാറ്റ്സ് ഗുഡ്.
ദെൻ ഇൻട്രോ വീഡിയോയിലും അവർ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കും. ദെൻ ഫൗണ്ടേഴ്സ് ആണ് ഐ വുഡ് സേ മോസ്റ്റ് ഓഫ് ദ ഇക്വേഷൻ. ലൈക്ക് അതിൽ എക്സ്പീരിയൻസ് ഉണ്ടോ, ദെൻ ആ ഒരു കൈൻഡ് ഓഫ് തിങ്. അപ്പോൾ ഞങ്ങൾ ലൈക്ക് ദുബായിലേക്ക് ഫ്ലൈ ചെയ്ത് ഞങ്ങൾ 3 പേരും ഒരുമിച്ച് പെട്ടെന്ന് ആപ്ലിക്കേഷൻ ചെയ്തതാണ്. ദെൻ വി ഗോട്ട് ഇൻ. ബട്ട് ഞങ്ങൾക്ക് മനസ്സിലായതാണ് ഇറ്റ്സ് വെരി മച്ച് ലൈക്ക് ക്ലാരിറ്റി ഫോർ ദ ഐഡിയ. അപ്പോൾ അത് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു. പിന്നെ ഹൗ ലോങ് ഇറ്റ് ടുക്ക് യു ടു ഗെറ്റ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? അതായത് അവർ വന്നിട്ട് ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കുള്ള ഇൻ്റർവ്യൂ പ്രോസസ് എങ്ങനെയായിരുന്നു? സോ ഞങ്ങൾ ആക്ച്വലി വൺ ഓഫ് ദ ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു. ലൈക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. ഞങ്ങൾ അപ്ലൈ ചെയ്തു. ദെൻ ഇമീഡിയറ്റ്ലി ഞങ്ങൾ ആക്ച്വലി അപ്ലൈ ചെയ്തത് ഡെഡ് ലൈൻ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലെ സെലക്ഷൻ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അപ്പോൾ എയർലിയസ്റ്റ് സെലക്ഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറി ഉടനെ തന്നെ ലൈക്ക് ആക്ച്വലി ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, 10 minutes ഇൻ്റർവ്യൂ. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ഡയാന ആൻഡ് ജാരറ്റ്. അപ്പോൾ ഡയന ആയിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പ് ആണോ അതെ. അപ്പോൾ ഇൻ്റർവ്യൂവിൽ കയറി 10 minutes, ഞങ്ങൾ ആക്ച്വലി 8 minutes ഇൻ്റർവ്യൂ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ലൈക്ക് ലാസ്റ്റ് 2 minutes ദേ ആസ് ലൈക്ക് ഓക്കെ നിങ്ങൾക്ക് SF-ലോട്ട് വരണോ, ലൈക്ക് വാട്സ്ആപ്പ് പ്ലാൻ. അപ്പോൾ SF ഇസ് എ പ്ലേസ് ടു ബി, അങ്ങോട്ട് വരണം തന്നെയാണ് പ്ലാൻ. ദെൻ ആസ് ലൈക്ക് ഓക്കെ US മുമ്പ് വന്നിട്ടുണ്ടോ? അപ്പോൾ ദെൻ വിസ നിങ്ങൾക്ക് US വിസ ഉണ്ടായിരുന്നാ? ഇല്ല, ഫസ്റ്റ് ടൈം US അല്ലേ അത് വിളിച്ചിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെയാണ് ആ ഒരു ഇൻ്റർവ്യൂ എൻഡ് ചെയ്തത്. അപ്പോൾ തന്നെ ലൈക്ക് ഓക്കെ വി ഹാഡ് നോ ഐഡിയ ലൈക്ക് എന്തായിരിക്കും റിസൾട്ട് എന്നറിയില്ല. ദെൻ 2 days later ഡയാന ആക്ച്വലി ഇമെയിൽ അയച്ചു, ഒരു ഫോളോ അപ്പ് ക്വസ്റ്റൻസ് കുറച്ചും കൂടെ ഉണ്ട് ചോദിക്കാൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഇൻ്റർവ്യൂവിന് വിളിച്ചു. ദെൻ ഐ വാസ് ലൈക്ക് ഓക്കെ എന്തായിരിക്കും ഫോളോ അപ്പ് ക്വസ്റ്റൻസ്. ദെൻ ഇൻ്റർവ്യൂവിൽ കയറി ലൈക്ക് രാത്രി ലൈക്ക് അവിടുത്തെ ടൈമാണല്ലോ, ലൈക്ക് നൈറ്റ് ടൈമാണ്. അപ്പോൾ ആ ഇൻ്റർവ്യൂ കയറി ഫസ്റ്റ് ജസ്റ്റ് ഒരു GTM ഒരു ക്വസ്റ്റൻ ചോദിച്ചു. ദെൻ ആഫ്റ്റർ ദാറ്റ് ജസ്റ്റ് ചുമ്മാ ചോദിച്ചതാണ്. ദാറ്റ് വാസ് ലൈക്ക് ആക്സെപ്റ്റൻസ് കോൾ. അപ്പോൾ അതിൽ കൺഗ്രാജുലേഷൻസ് ഓക്കെ വി വുഡ് ലൈക്ക് ടു ആക്സെപ്റ്റ് യു ടു ദ S24 പ്രോഗ്രാം. ആ ഒരു കോൾ എങ്ങനെയായിരുന്നു. ദെൻ ഇമീഡിയറ്റ്ലി അന്ന് നൈറ്റ് തന്നെ ഗ്രൂപ്പ് ഓഫീസേഴ്സും ഉണ്ടായിരുന്നു, ഫസ്റ്റ് അവർ ഗ്രൂപ്പ് ഓഫീസേഴ്സ് ഓഫ് YC. അപ്പോൾ അങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റാർട്ട്, ലൈക്ക് എയർലിയസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു സെലക്ഷൻ. ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? ഡു സ്റ്റിൽ റിമെമ്പർ ദാറ്റ് ഡേ? എങ്ങനെയായിരുന്നു? എനിക്ക് ആക്ച്വലി ലൈക്ക് ആ ഒരു ഫോളോ അപ്പ് ഇൻ്റർവ്യൂ വന്ന സമയത്ത് ലൈക്ക് ഐ റിമെമ്പർ ആസ്കിങ് ജിജോനോട് ചോദിച്ചു ഒരു ഫോളോ അപ്പ് ലൈക്ക് ഇത് ഇൻ്റർവ്യൂ വന്നു, ലൈക്ക് വാട്ട് ഡസ് ദാറ്റ് മീൻ? കാരണം സാധാരണ ഒരു കോളേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ലൈക്ക് ദാറ്റ്സ് നോട്ട് മേക്കിംഗ് സെൻസ്. അപ്പോൾ ജിജോ പറഞ്ഞു ഓക്കെ ദാറ്റ്സ് എ ഗുഡ് സൈൻ ബിക്കോസ് ഐ തിങ്ക് ഹി നോസ്. അപ്പോൾ അതൊരു ആക്സെപ്റ്റൻസ് കോൾ ആയിരുന്നു ബേസിക്കലി. അപ്പോൾ ആക്സെപ്റ്റൻസ് കോളിൽ കയറി ലൈക്ക് ദാറ്റ് വാസ് സം ലൈക്ക് സർറിയൽ മൊമെൻ്റ് ആണ്. ലൈക്ക് അത് ലൈക്ക് എക്സാക്ട് ഗോൾ അതായിരുന്നു. ലൈക്ക് അത് കറക്റ്റായിട്ട് കിട്ടി. അങ്ങനെ അത്ര എക്സ്പെക്ടേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്ലൈ ചെയ്തു ജസ്റ്റ് ഇൻ കേസ് ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. അപ്പോൾ അത് കിട്ടിയ സമയത്ത് ലൈക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ദിസ് ഗോണ ചേഞ്ച് എവറിത്തിങ്. പിന്നെ കഴിഞ്ഞിട്ട് ടീം ഹോൾ ഫ്ലൂ ടു ആ ഒരു വിസ കിട്ടി കഴിഞ്ഞിട്ട് ഐ തിങ്ക് അത് വേഗം കിട്ടിയിട്ടുണ്ടല്ലേ വിസ പ്രോസസ്? അത് എക്സ്പെഡേറ്റ് ചെയ്യാൻ പറ്റും. വൈക്ക് കോമ്പിനേറ്ററിൻ്റെ ഇൻ്റർവ്യൂ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് എക്സ്പെഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദെൻ യു ഓൾ ടീം ഫ്ലൂ ടു SF. അവിടെയാണ് നമ്മൾ മീറ്റ് ചെയ്തത്. ഞാൻ നിങ്ങളുടെ ഒരു കൗച്ച് സഫർ ആയിരുന്നു നിങ്ങളുടെ അവിടെ സ്റ്റേ സമയത്ത്. അപ്പോൾ ആ ഒരു സാൻ ഫ്രാൻസിസ്കോ ആസ് എ ഇത് ഇപ്പോൾ ഈ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ ആ ഒരു സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഒരു അവിടെ ഇരുന്നിട്ട് സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെയായിരുന്നു? ലൈക്ക് വാട്ട് വാസ് അവിടെ നിങ്ങൾ ഐ റിമെമ്പർ ഞാൻ ജസ്റ്റ് കറങ്ങാൻ പോകുന്ന സമയത്ത് യു ആർ ഓൾ ഇൻ ദ ഹൗസ് കോഡിങ് ഹാക്കത്തോൺ പോലെ ഹോസ്റ്റ് ചെയ്യുന്നു. ലിറ്ററലി ഞാൻ ജസ്റ്റിലോട്ട് ഇവരോടൊക്കെ പറയുന്നു ഇവർ ലിറ്ററലി ഹെക്ടിക് വർക്ക് ഹോളിക്സ് ആണ് എല്ലാവരും. അപ്പോൾ ആ ഒരു ഡിഫറെൻറ്റ് വൈബാണ്. ഐ തിങ്ക് യുവർ ടീം ഈസ് ഇൻ എ വെരി ഗുഡ്, ഐ മീൻ എക്സ്ട്രീംലി വൺ തിങ് ഞാൻ 2-3 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എക്സ്ട്രീം ഗുഡ് ഹാക്കേഴ്സ് ആണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു റൈബൻ മെറ്റാ ക്ലാസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ദേ വർ ട്രൈയിങ് ടു ഹാക്ക് ഇറ്റ് ലിറ്ററലി. ഞാൻ ചോദിച്ചു ദെൻ ദേ വർ ലൈക്ക് ഇതൊക്കെ ഹാക്ക് ചെയ്യാൻ വേണ്ടി 5 മിനിറ്റോളം സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇറ്റ് വാസ് ലൈക്ക് ബ്ലൂ മൈ ഹെഡ്. അപ്പോൾ ആ എക്സ്ട്രീംലി ടെക്നിക്കലി ടാലൻ്റ് ആയിട്ടുള്ള 3 ഫൗണ്ടേഴ്സിനെ ഞാൻ അന്ന് മീറ്റ് ചെയ്തത്. സോ ടെൽ മീ അബൌട്ട് ദ ബിൽഡിംഗ് ഫ്രം SF. സോ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ SF ഇസ് ബിൽഡ് ഫോർ ദിസ്. ലൈക്ക് അതൊരു ഒപ്റ്റിമൽ സിറ്റിയാണ്, ലൈക്ക് ഗ്രൈൻഡ് ചെയ്യാനുള്ള ഒരു ഒപ്റ്റിമൽ സിറ്റിയാണ്. കുറേ ഐ വുഡ് സേ ഇറ്റ്സ് നോട്ട് ദ പ്ലേസ്, അത് അവിടുത്തെ ഒരു പീപ്പിളാണ്. അപ്പോൾ അവിടെ ആരും മീറ്റ് ചെയ്താലും നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഒരു Y Combinatorൻ്റെ മീറ്റേഴ്സിന് ഞങ്ങൾ കൂടുതലും എക്സ്പോഷർ ഉണ്ടായിരുന്ന Y Combinator ബാച്ച് മേറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ ലൈക്ക് ദർ ഇസ് ലൈക്ക് എൻ 18-year-old ബിൽഡിംഗ് മിസൈൽസ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ മീറ്റ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ആൾക്കാർ. അപ്പോൾ നമ്മൾ ഒരു കോട്ടുണ്ട്, നമ്മൾ റൂമിൽ പോകുന്ന സമയത്ത് വി ഷുഡ് നോട്ട് ബി ദ സ്മാർട്ടസ്റ്റ്. അതാകുമ്പോൾ ആ ഒരു വൈബാണ് ബേസിക്കലി. നമ്മൾ ആൾക്കാരെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് പ്രോഡിജീസ്, ലൈക്ക് പീപ്പിൾ ഹു ഗ്രാജുവേറ്റഡ് ഫ്രം കോളേജ് ലൈക്ക് ഹി വാസ് ലൈക്ക് 14 സംതിങ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്ന ഓരോ മെത്തേഡ്സ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ ലൈക്ക് ഓക്കെ വി ഷുഡ് വർക്ക് ഹാർഡ്, നമ്മളൊന്നും ചെയ്യുന്നില്ല. ലൈക്ക് ആ ഒരു ഡെയിലി ആ ഒരു ഫീഡ്ബാക്കാണ്. നമ്മൾ ആൾക്കാരെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നും ചെയ്യുന്നില്ല. ലൈക്ക് അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് ഗ്രൈൻഡ് അവിടെ വരും. അപ്പോൾ ഐ വുഡ് സേ ലൈക്ക് ആ സിറ്റിയിൽ അതാണ് മെയിൻലി. ലൈക്ക് ദർ ഇസ് നോട്ട് മച്ച് ഫൺ ടു ബി ഓണസ്റ്റ്. ലൈക്ക് അവിടെ കുറേയൊക്കെ ഈ ഒരു കൾച്ചറാണ്. റോഡിലൂടെ നടക്കുന്ന സമയത്ത് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സും ബില്യണേഴ്സൊക്കെ ആയിരിക്കും നടക്കുന്നത്. നിങ്ങൾ ഈ YC പ്രോഗ്രാം എത്ര നാളത്തെ പ്രോഗ്രാമാണ്? പിന്നെ ഓരോ വീക്ക് ബൈ വീക്ക് പറയുകയാണെങ്കിൽ വാട്ട് വെന്റ് ത്രൂ ദാറ്റ് പ്രോസസ്? സോ 3 months ആണ് ലൈക്ക് ഫുൾ Y Combinator പ്രോഗ്രാം. അതൊരു സ്പെസിഫിക് ഫ്രെയിം വർക്ക് ഉണ്ട് അതിന്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്? ഫ്രം ജൂലൈ ടു സെപ്റ്റംബർ എൻഡ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ബേസിക്കലി സ്റ്റാർട്ടിങ്ങിൽ അവർ കുറച്ച് ഗ്രൂപ്പായിട്ട്
സെക്ഷൻസ് ഉണ്ട്. വി വർ ഇൻ ലൈക്ക് സെക്ഷൻ 1A. അപ്പോൾ അതിൽ ഡെവ് ടൂൾസ് അതേപോലെ അങ്ങനെ കുറേ കാറ്റഗറീസ് ഒക്കെ ഉണ്ട്. അത് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം ചില കമ്പനീസ് ഒക്കെ ലൈക്ക് പിവറ്റ് ചെയ്യാറുണ്ട് 4 to 5 times. അപ്പോൾ കുറേയൊക്കെ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് മാറ്റും. ലൈക്ക് ഓവറോൾ ഗ്രൂപ്പ് 4 ഗ്രൂപ്പ്സ് ഉണ്ട്. ലൈക്ക് വി വർ ഇൻ ഗ്രൂപ്പ് 1. അപ്പോൾ ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4 ആക്ച്വലി ഞങ്ങൾക്ക് കാണാനൊന്നും പറ്റത്തില്ല അത്ര. കാരണം ലൈക്ക് ഓവറോൾ 256 കമ്പനീസ് ഓർ സംതിങ് ഇൻ S24. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും കുറേയൊക്കെ നമ്മുടെ ബാച്ച്മേറ്റ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഫസ്റ്റ് വീക്കിൽ ആ ഒരു ഓറിയന്റേഷൻ ആണ്. ഗ്രൂപ്പ് ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ വി ക്യാൻ ലേൺ ഫ്രം അതർ കമ്പനീസ്. അപ്പോൾ അവർ ഒരുമിച്ചിരുന്ന് പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ ദേ വുഡ് ആസ്ക് ലൈക്ക് ഓക്കെ സെയിൽസ് സ്ട്രാറ്റജി, അതേപോലെ ലൈക്ക് എവിടെ വരെ എത്തി, ലൈക്ക് പ്രോഗ്രസ് ആൻഡ് എവറിത്തിങ് ലൈക്ക് ദാറ്റ്. ദെൻ ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും അത് പാർട്ട്നേഴ്സിൻ്റെ ഒപ്പം, ലൈക്ക് പ്രോബ്ലി ലൈക്ക് വൺസ് ഇൻ എ വീക്ക് അതേപോലെ. അപ്പോൾ ആ ഒരു ഫസ്റ്റിൽ ഇച്ചിരി ഇൻറ്റൻസിറ്റി കുറവായിരിക്കും, ലൈക്ക് ഫെമിലിയറൈസിങ്, ലൈക്ക് ആ ഒരു സെറ്റപ്പ് ആയിരിക്കും. ദെൻ ഇവഞ്ച്വലി നല്ല രീതിക്ക് ഹെക്ടിക് ആവും. ലൈക്ക് ആസ് ഇൻ നല്ല അഗ്രസീവ് സെയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാവരും, ലൈക്ക് ആ ഒരു ട്രാക്ഷൻ കിട്ടാൻ വേണ്ടി. സംബന്ധിച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യും. ലൈക്ക് ഡെമോ ഡേ ഗോൾസ് ആണ് ഫൈനൽ ഗോൾ. ദെൻ ബിഫോർ ദാറ്റ് ലൈക്ക് സെക്കൻഡ് വീക്ക് ഗോൾ, അതുപോലെ തേർഡ് വീക്ക് ഗോൾ, അങ്ങനെ കുറച്ച് ഗോൾസ് ഉണ്ടായിരിക്കും. വീക്ക് ബൈ വീക്സ് ഗോൾസ് ഉണ്ടാവും. പ്രിറ്റി മച്ച്. അപ്പോൾ ഈച്ച് ഗ്രൂപ്പ് ഓഫീസേഴ്സിന് പോകുന്ന സമയത്ത് അവർ പ്രിറ്റി മച്ച് ലൈക്ക് മാർക്ക് ചെയ്യും ഇഫ് ഈ ഹിറ്റ് ദ ഗോൾ ഓർ നോട്ട്. ലൈക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി, ഒരു അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് കുറേയൊക്കെ. ലൈക്ക് വി ക്യാൻ ജസ്റ്റ് ചേഞ്ച് ദാറ്റ്. ലൈക്ക് അത് അത്ര മാൻഡറ്ററി പോലെ ഒന്നുമല്ല, ബട്ട് അതൊരു കാരണം നമുക്ക് ഒരു ഇച്ചിരി പ്രഷർ വരും. ഓക്കെ, വി ഷുഡ് ഹിറ്റ് ദാറ്റ് ഗോൾ. അപ്പോൾ അതിന് അഗ്രസീവ് സെയിൽസും കുറേ സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടായിരിക്കും. ലൈക്ക് കുറേ ഫണി സ്റ്റോറീസ് ഒക്കെ ഉണ്ടായിരിക്കും, ആൾക്കാർ കൺവേർട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. ലൈക്ക് സമ്മതം ലൈക്ക് സെയിൽസ് മെയിൽ വരുമല്ലോ, അപ്പോൾ അതിന് റിപ്ലൈ വെച്ചിട്ട് പറയും, അവർക്ക് കുറച്ച് ഫീഡ്ബാക്ക് കൊടുക്കുക ആ പ്രൊഡക്റ്റിന്. ദെൻ അടിയിലൊരു ഫുട് നോട്ട് ഇടും, നിങ്ങളുടെ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സോ ലൈക്ക് സമ്മൺ എൽസ് ക്യാൻ വി മീറ്റ് ദം, എന്നിട്ട് അവരെ കസ്റ്റമർ ആക്കും. ദെൻ ദർ ഇസ് അനദർ കമ്പനി ഹു ബേസിക്കലി ജംപ്ഡ് ഫെൻസസ് ടു ടോക്ക് ടു ട്രക്കിംഗ് കമ്പനീസ്. അവർക്ക് നല്ല റവന്യൂ, ലൈക്ക് 1 million ഓർ സംതിങ് ആനുവൽ റവന്യൂ. അവർ ലൈക്ക് ഓവേ എന്നാണ് കമ്പനിയുടെ പേര്, ബാച്ച്മേറ്റ് ആയിരുന്നു, സോളോ ഫൗണ്ടറാണ് പുള്ളി. ബേസിക്കലി ഫ്രൈറ്റ് ഒപ്റ്റിമൈസേഷൻ ആണ്. അപ്പോൾ അതിൽ ട്രക്കിംഗ് കമ്പനീസിനോട് സംസാരിക്കാൻ വേണ്ടി ഫെൻസസ് ഒക്കെ ചാടിയിട്ടുണ്ട്. ലൈക്ക് ആ രീതിയിലുള്ള യെസ്, ഹി വുഡ് ലൈക്ക് ജംപ് ഫെൻസസ്, ടോക്ക് ടു ദം. അപ്പോൾ ഞങ്ങളുടെ കേസിൽ ലൈക്ക് വി വുഡ് അഡോപ്റ്റ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ലൈക്ക് ഇത്രയും അഗ്രസീവാണ് ആൾക്കാർ ലൈക്ക് സെയിൽസിൻ്റെ കേസിൽ. അപ്പോൾ ഞങ്ങളൊക്കെ ലൈക്ക് ആന്ത്രോപ്പിക്കിനോടൊക്കെ സെക്യൂരിറ്റി ടീമിനോടൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ലൈക്ക് ദേ വുഡ് കോൾ അസ് ഫോർ മാർക്കറ്റിംഗ്, ദെൻ ദി വുഡ് ആസ്ക് ഓക്കെ ക്യാൻ വി ടോക്ക് യുവർ സെക്യൂരിറ്റി ടീം. ദെൻ അങ്ങനെ പിവറ്റ് ചെയ്ത് നേരെ അവരോട് സംസാരിക്കും. അങ്ങനെ കുറേ കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കും. ലൈക്ക് നല്ല അഗ്രസീവാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെ പഠിക്കും. അപ്പോൾ ഇവഞ്ചലി ഡെമോടെ എത്തുന്ന സമയത്തായിരിക്കും ഏറ്റവും ലൈക്ക് അഗ്രസീവ് പാർട്ടിലേക്ക് എത്തുന്നത്. ട്രാക്ഷൻ എത്രത്തോളം എത്തിക്കാൻ പറ്റും, ബിക്കോസ് വി ഹാവ് ടു ടോക്ക് ടു ഇൻവെസ്റ്റേഴ്സ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. ഈ ഒരു 3 months ഈ പ്രൊഡക്റ്റ് ബിൽഡിങ് എവിടെ നടക്കണത്? ആൻഡ് പ്രൊഡക്റ്റ് നിങ്ങൾ പെട്ടെന്ന് ബിൽഡ് ചെയ്ത് സെയിൽസിലേക്ക് എൻ്റർ ചെയ്തോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ബ്ലോക്കേഴ്സ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? വാട്ട് വാസ് ദാറ്റ്? സോ ഫസ്റ്റ് 2 months ഞങ്ങൾ ആക്ച്വലി പ്രൊഡക്റ്റിലേക്കാണ് ഫോക്കസ് ചെയ്തത്. ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ ഡീപ് ടെക് ആണ്. ഞങ്ങളുടെ പ്രൊഡക്റ്റ് ലൈക്ക് നോട്ട് ജസ്റ്റ് എ ക്രൂഡ് ആപ്പ്. മേ ബി പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് ബ്രീഫ് ചെയ്യാം. ഷുവർ. അപ്പോൾ ഞങ്ങൾ ബേസിക്കലി ബിൽഡിംഗ് AI ഏജൻറ്റ്സ് ടു ഫൈൻഡ് ആൻഡ് ഫെച്ച് സെക്യൂരിറ്റി ഇഷ്യൂസ്. അപ്പോൾ കോഡ് ബേസിസിൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടായിരിക്കും, ലൈക്ക് vulnerability loopholes basically. അപ്പോൾ അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ടൂൾസ് ഉണ്ട്, സ്റ്റാറ്റിക് സ്കാനേഴ്സ് എന്ന് പറയും. അവർ കുറച്ച് പാറ്റേൺസ് കോഡിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പറയും ദർ ഇസ് എ vulnerability here, you have to fix that. അപ്പോൾ അതിൽ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഫോൾസ് പോസിറ്റീവ്സ് കുറേ വരും, ബിക്കോസ് ഡസ് എ യൂസർ ഇൻപുട്ട് എവർ ഗോസ് ഇൻ ടു ദാറ്റ് ഫംഗ്ഷൻ, ലൈക്ക് അങ്ങനെയുള്ള കോൺടസ്റ്റ് ഒന്നും ഇല്ല. ദെൻ ബിസിനസ് ലോജിക് എറേഴ്സ്. അപ്പോൾ ഇപ്പോൾ ബാങ്ക്സ് ഒക്കെ ആണെങ്കിൽ ലൈക്ക് എ യൂസർ ഇസ് ഓൺലി അലൗഡ് ടു വിഡ്രോ മണി സെർട്ടൺ amount of money 3 times in a day. അതൊരു ബിസിനസ് ലോജിക്കാണ്. അപ്പോൾ ഈ ഓൾറെഡി എക്സിസ്റ്റിംഗ് ടൂൾസിന് അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ദാറ്റ് കോൺടസ്റ്റ്. അപ്പോൾ വി നീഡ് AI ഫോർ ദാറ്റ്. അപ്പോൾ ഇതെല്ലാം ഹ്യൂമൻസാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലൈക്ക് അവർ ജോബ് വാസ് ദാറ്റ്, ലൈക്ക് വി വർ റെഡ് ടീമേഴ്സ്. അപ്പോൾ റെഡ് ടീമേഴ്സ് ചെയ്യുന്നൊരു ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺടെക്സ്റ്റ് മനസ്സിലാക്കി ത്രെറ്റ് മോഡൽ ഉണ്ടാക്കും. ദെൻ ഹൗ ഡു വി ഡിസ്ട്രോയ് എ കമ്പനി. അപ്പോൾ ആ സെയിം സംഭവം ഞങ്ങൾ AI അഡോപ്റ്റ് ചെയ്തു. ദാറ്റ്സ് അവർ പ്രൊഡക്റ്റ്. ലൈക്ക് യു വുഡ് ഹാക്ക് യുവർ കോഡ് ബേസ് വെരി മച്ച്. അപ്പോൾ അതിന് കുറേ ടെക്നിക്കൽ ചാലഞ്ചസ് ഉണ്ട്. ഇറ്റ്സ് എ റിയലി ഹാർഡ് പ്രോബ്ലം. അപ്പോൾ അതിൽ ലൈക്ക് ഒരു 2 months ഞങ്ങൾ ഇൻറ്റൻസീവ്ലി സ്പെൻഡ് ചെയ്തു അത് കറക്റ്റ് പ്രൊഡക്റ്റ് കിട്ടാനായിട്ട്. ദെൻ AI ടൈം ചെയ്യാന്ന് പറയുന്നൊരു എളുപ്പമുള്ള പരിപാടിയല്ല. ദെൻ മൾട്ടിപ്പിൾ മോഡൽസ് ഉണ്ട്, അപ്പോൾ എല്ലാം വർക്ക് ചെയ്യുന്ന പല രീതിക്കാണ്. അപ്പോൾ അങ്ങനെ കുറേ റീസർച്ച് അതിലേക്ക് സ്പെൻഡ് ചെയ്തു. ദെൻ ലാസ്റ്റ് മന്ത് വി ഫോക്കസ് ഓൺ സെയിൽസ്. അപ്പോൾ ആ 2 months നിങ്ങൾ 3 months 2 months പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് സ്പെൻഡ് ചെയ്തു. എന്നിട്ട് അപ്പം തന്നെ സെയിൽസ് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ 2 months കഴിഞ്ഞിട്ടാണോ സെയിൽസ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണത്? സോ വൈ കോമ്പിനേറ്ററിൽ ഒരു വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ കോമ്പിനേറ്ററിലുള്ള ബാച്ച്മേറ്റ്സിനെ സെല്ല് ചെയ്യാന്ന് പറയുന്ന ഒരു മെയിൻ അവിടുത്തെ ഒരു റിച്വലാണ് ബേസിക്കലി. ഓക്കെ. അപ്പോൾ അതിന് ഒരു സ്റ്റോറി തന്നെയുണ്ട്, കോൾഡ് ഇൻസ്റ്റലേഷൻ എന്ന് പറയും. അപ്പോൾ അത് സ്റ്റോറി ഫോർ ദോസ് ഹു ഡോണ്ട് നോ, സ്ട്രൈപ്പ് വൈസിയിൽ വന്ന സമയത്ത് അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാച്ച്മേറ്റ്സിൻ്റെ ലാപ്ടോപ്പ് ഓണാക്കും, അവരോട് ചോദിക്കാതെ സ്ട്രൈപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കോഡിൽ. ദെൻ ഓക്കെ നൗ യു ക്യാൻ ആക്സെപ്റ്റ് പേയ്മെന്റ്സ്. അതാണ് കോൾഡ് ഇൻസ്റ്റലേഷൻ. അപ്പോൾ ആ ഒരു സിമിലർ സ്ട്രക്ചർ ലൈക്ക് വൈസിയിലുണ്ട്. അപ്പോൾ ബാച്ച്മേറ്റ്സിനെ സെല്ല് ചെയ്യാൻ നോക്കും. അപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള ബാച്ച്മേറ്റ്സ്. അപ്പോൾ ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ സെക്യൂരിറ്റി കുറച്ചുകൂടെ നീഷാണ്. അപ്പോൾ റെലവൻ്റ് ആവുന്നത് കമ്പനീസ് ദോസ് ഹു സെൽ ടു ലൈക്ക് ഫിൻടെക് കമ്പനീസ് ഓർ ബാങ്ക്സ്. അപ്പോൾ അങ്ങനെ കാസിൽ നിന്നൊരു ബാച്ച്മേറ്റ് ഉണ്ടായിരുന്നു. ദേ വർ അവർ ഫസ്റ്റ് കസ്റ്റമർ. അപ്പോൾ അവരിങ്ങോട്ട് വന്നതാണ്, ഇൻബോൺ ആണ്. അവർ ബേസിക്കലി അതിലും ഒരു സ്റ്റോറി ഉണ്ട്. ദേ വർ വർക്കിംഗ് വിത്ത് ഹ്യൂമൻ പെറ്റ് ടെസ്റ്റിംഗ് ഏജൻസി. അപ്പോൾ പെറ്റ് ടെസ്റ്റിംഗ് ഏജൻസിക്ക് അവർ ഓഡിറ്റ് കിട്ടാൻ വേണ്ടി കൊടുത്തു. ദെൻ ദേ ഫൗണ്ട് $10. അപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ദേ വാണ്ടഡ് ടു നോ ലൈക്ക് what an AI can do. We found 76.
കമ്പയർ ടു ഹ്യൂമൻ വെൻഡർ ടെസ്റ്റിംഗ് ഏജൻസി. ഓ അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി ഒക്കെ ഉണ്ട്. അതായിരുന്നു ഫസ്റ്റ് കസ്റ്റമർ. ദെൻ ആ ഒരു സമയത്ത് ഞങ്ങൾ സെയിൽസ് ഫോക്കസ് ചെയ്തില്ലെങ്കിലും ഇൻബൗണ്ട് ആണ് വന്നത്. ദെൻ ലാസ്റ്റ് മന്ത് വി ആഫ്റ്റർ ദ പ്രോഡക്റ്റ് വാസ് ബിൽഡ് സെയിൽസിലേക്ക്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് 1 month പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ആ ഒരു അഗ്രസീവ് സെയിൽസ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു ആസ്ട്രിസ്കിൻ്റെ ആ ഒരു ഫസ്റ്റ് മന്ത് റവന്യൂ ആണെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് $1,000 ഒക്കെ ഏൺ ചെയ്ത് എങ്ങനെയായിരുന്നു? സോ ഫസ്റ്റ് കസ്റ്റമർ ഞാൻ പറഞ്ഞ പോലെ ഈ കാസിലായിരുന്നു. അപ്പോൾ അവർ റിക്കറിങ് റവന്യൂ തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ കേസിൽ ചില കമ്പനീസിന് 1 time ഓഡിറ്റ്സ് മതി, ബിക്കോസ് പെൻ ടെസ്റ്റിംഗ് ഇസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ എല്ലാ കമ്പനീസിനും റിക്കറിങ് ഓഡിറ്റ്സ് വേണ്ട. ഇഫ് ദേ റിയലി കെയർ അബൌട്ട് സെക്യൂരിറ്റി അവർക്ക് ഒരു സാസ് പോലെ ഒരു സബ്സ്ക്രിപ്ഷൻ വേണം. ദെൻ ഫോർ അതേഴ്സ് ഇസ് ലൈക്ക് പെൻ ടെസ്റ്റിംഗ് കൊടുക്കുന്ന പോലെ ലൈക്ക് 1 time തിങ്. അപ്പോൾ ഞങ്ങളുടെ കേസിൽ ലൈക്ക് സമ്മതമാർ റിക്കറിങ് സമ്മതമാർ നോട്ട്. അപ്പോൾ 4 കമ്പനീസും പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു ലൈക്ക് ഫസ്റ്റ് മന്തിൽ. ദെൻ വി മെയ്ഡ് ലൈക്ക് 22K ഇൻ ദ ഫസ്റ്റ് മന്ത്. നോട്ട് ഓൾ ഓഫ് ദം ആർ റിക്കറിങ്. അപ്പോൾ അതാണ് ആ ഒരു ഫോർമാറ്റ് എങ്ങനെ വർക്ക് ആവുന്നത്. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ ജസ്റ്റ് ലൈക്ക് റിയൽ ICPയിലേക്ക് വന്നിട്ടില്ല, ടു ബി ഓണസ്റ്റ്. അപ്പോൾ ഞങ്ങളുടെ റിയൽ ICP എന്ന് പറയുന്ന സമയത്ത് ദോസ് ഹു റിയലി കെയർ അബൌട്ട് സെക്യൂരിറ്റി. കാരണം ഇത്രയും അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി അങ്ങനെ എല്ലാവർക്കും വേണ്ട, ഇച്ചിരി നീഷാണ്. അത് ബാങ്ക്സിനും ഗവൺമെന്റ്സിനാണ് മെയിൻലി. ഇപ്പോൾ കറന്റ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് സ്റ്റാർട്ടപ്സിനായിട്ടാണ്, ബിക്കോസ് വി ഹാവ് നോട്ട് കംപ്ലീറ്റഡ് അവർ ലൈക്ക് അവർ കംപ്ലയൻസ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് ഇപ്പോഴും. അപ്പോൾ ആ ഒരു ക്ലയൻസ് കിട്ടിയത് കുറേ ഇൻബൗണ്ട് ആണ്. ദെൻ കറന്റ്ലി വി ആർ ടോക്കിംഗ് ടു റിയൽ ICPs. അതാണ് ലൈക്ക് വി ആർ ഇൻ ദുബായ് റൈറ്റ് നൗ. സോ ദുബായ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ഫോർ ദാറ്റ്, ഐ തിങ്ക്. യാ, ഓക്കെ. നമ്മൾ കമ്മിങ് ബാക്ക്, ഐ തിങ്ക് ദ പ്രൊഡക്റ്റ് എന്താണ് ഏകദേശം ഒരു മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കമ്മിങ് ബാക്ക് ടു ദ YC പ്രോഗ്രാം അഗെയിൻ. ആ ഒരു പ്രോഗ്രാമിൽ പിന്നെ ഒബ്വിയസ്ലി നമ്മളിപ്പോൾ ട്വിറ്ററിലും ഇതിലൊക്കെ വായിച്ചുള്ള പോൾ ഗ്രഹാം അല്ലെങ്കിൽ എയർബിഎൻബി ഫൗണ്ടർ ബ്രയൻ ചെസ്കി, ലൈക്ക് സാം ആൾട്ട്മാൻ, ഇവരൊക്കെ വന്ന് ഹാങ് ഔട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ ഈ YC. അല്ലെങ്കിൽ എലൻ മസ്ക്, ഇവരൊക്കെ വന്ന് ഹാങ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ കീ ഫിഗേഴ്സ് ആയിട്ട് ആരെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഒബ്വിയസ്ലി യു വെന്റ് ഫോർ ഡിന്നർ വിത്ത് പോൾ ഗ്രഹാം. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും? സോ Y Combinatorൽ ഓൾമോസ്റ്റ് എല്ലാ ബാച്ചിലും ബ്രയൻ ചെസ്കി ഒരു ടോക്ക് എടുക്കാറുണ്ട്. എക്സാക്ട് സെയിം ടോക്ക് ഫോർ ഓൾ ബാച്ചസ്. ഓക്കെ. അപ്പോൾ അതൊരു മെയിൻ ഇവൻ്റ് ആണ്, അത് മിസ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് അവരത് മാൻഡറ്ററി ആയിട്ടാണ് പറയാറ് എപ്പോഴും. അപ്പോൾ അത് ഞങ്ങൾക്കൊരു തിയേറ്റർ ഹാളിൽ ബ്രയൻ ചെസ്കി വന്നു, ഹിസ് ലൈഫ് സ്റ്റോറി ബേസിക്കലി അതാണ് ടോക്ക്. അപ്പോൾ പുള്ളിയുടെ ഒരു സീരിയൽ സ്റ്റോറി ഒക്കെ ഉണ്ട്. പുള്ളി ഒരു സീരിയലൊക്കെ സെല് ചെയ്തിട്ടാണ് ലൈക്ക് ഫസ്റ്റ്. പിന്നെ എയർ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് Airbnb. ലൈക്ക് ഫസ്റ്റിൽ ഒരു കോൺഫറൻസിന് വേണ്ടി സെല് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ കുറേ ഫണി സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. അവർ Y Combinator ഇൻ്റർവ്യൂവിന് വന്നിട്ട് അവർ പോയി, എന്നിട്ട് പോൾ ഗ്രഹാം തിരിച്ചു വിളിച്ചു, എന്നിട്ട് അങ്ങനെ വന്നു. അങ്ങനെ കുറേ റെഡിറ്റിൻ്റെ സ്റ്റോറീസ് സ്റ്റഫ് ലൈക്ക് ദാറ്റ് അതൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ നേരിട്ട് സംസാരിച്ചിട്ടില്ല, ഒബ്വിയസ്ലി ഇങ്ങനെ കുറേ ടോക്സ് ആണ്. ദെൻ പോൾ ഗ്രഹാമിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അതൊരു ദിവസം റാൻഡമായിട്ട് ഞങ്ങൾക്ക് ഇമെയിൽ അയച്ചു. ലൈക്ക് ഇറ്റ്സ് എ സ്മോൾ ഇമെയിൽ, meet ? Meet at my home. I would like to learn more about Asterisk. That was the email. Small case, lower case. വാട്സ്ആപ്പ് മെസ്സേജ് പോലെ. Like simple message. I was like, oh, is this real? അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പ് പാർട്ണർ ഡയാനാണ്. ഡയാനോട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇമെയിൽ വന്നിരുന്നു ഫ്രം പോൾ ഗ്രഹാം. ഇസ് ഇറ്റ് റിയൽ? കാരണം ഞങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. ഇമെയിൽ ആക്ച്വൽ ഒറിജിനൽ ഇമെയിൽ തന്നെയാണ്. ഫ്രം pg@ycombinator.com. അപ്പോൾ ഞങ്ങൾ ഐ മീൻ വി വർക്ക് ഇൻ സെക്യൂരിറ്റി, വി ചെക്ക് ദാറ്റ്. അവിടെ ഓക്കെ, ഓ ദിസ് ഈസ് എ റിയൽ ഇമെയിൽ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇൻ കേസ് ചോദിച്ചു. ലൈക്ക് ആ സമയത്ത് ഞങ്ങൾ YC-യിലായിരുന്നു. അപ്പോൾ ഓഫീസിൽ പോയി ഡയാനോട് ചോദിച്ചു. അപ്പോൾ ഡയാന ഓക്കെ, ചില സമയത്ത് പുള്ളി ലൈക്ക് ലോഞ്ചസ് വായിച്ചിട്ട് ഇഫ് ഹി ലൈക്സ് ദ കമ്പനി ഹി ഇൻവൈറ്റ്സ് ദം ടു ദ ഹൗസ്. അപ്പോൾ ഞങ്ങൾ വിളിച്ചു ഓക്കെ ഷുവർ. അപ്പോൾ ഒരു സൺഡേ ആയിരുന്നു ഐ തിങ്ക്. അപ്പോൾ പുള്ളിയുടെ ഒരു കുഞ്ഞു വീടാണ് അവിടെ. ഇറ്റ്സ് എ സ്മോൾ ഹൗസ്. ഐ തിങ്ക് ഒരു കൊറോള എന്തോ ഫ്രണ്ടിലുണ്ട്. ഇറ്റ്സ് എ സ്മോൾ ഹൗസ്. ഇറ്റ്സ് സർപ്രൈസിങ്. ഞങ്ങൾ ഇത് തന്നെയാണോ വീട്? ഇറ്റ് ഡസ് നോട്ട് ലുക്ക് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഐ തിങ്ക് പുള്ളി ആക്ച്വലി ലണ്ടനിലാണ്. ഹി ഡോണ്ട് ആക്ച്വലി സ്റ്റേ ദർ. അപ്പോൾ ഇത് പാലോ ആൾട്ടോ ആ ഒരു സൈഡിലാണ്. അപ്പോൾ അവിടെ വീട്ടിലേക്ക് വിളിച്ചു. അപ്പോൾ ആ സമയത്ത് ആക്ച്വലി ഒരു ഫ്യൂ അതർ കമ്പനീസും കൂടെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോകുന്ന സമയത്ത് വേറൊരു ഞങ്ങളുടെ ബാച്ച്മേറ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ തിങ്ക് ഒരു ഫ്യൂ കമ്പനീസ് പുള്ളി ലോഞ്ച് കണ്ടിട്ട് വിളിച്ചു ജസ്റ്റ് ടോക്ക്. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു. ഞങ്ങൾ കയറി. പോൾ ഗ്രഹാം കയറിയിട്ട് പറഞ്ഞു ഓക്കെ വാട്ട്സ് യുവർ ഐഡിയ. പോൾ ഗ്രഹാം പുള്ളിയുടെ മക്കളും ഉണ്ടായിരുന്നു. പുള്ളിയുടെ മക്കൾ അവിടെ ബോളൊക്കെ വെച്ച് എന്തൊക്കെയോ കളിക്കുന്നൊക്കെ ഉണ്ട്. പുള്ളി കിച്ചണിലേക്കാണ് വിളിച്ചത്. കിച്ചണിൽ ഇരുന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് സംസാരിക്കുകയാണ്. പുള്ളി കാഷ്വലി വിളിച്ചാണ്. പുള്ളി ഇങ്ങനെ ആസറ്റ്സിനെ കുറിച്ച് ചോദിച്ചു. ലൈക്ക് എങ്ങനെയാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിയത്, അങ്ങനെ കാര്യങ്ങൾ. ഇച്ചിരി ടെക്നിക്കൽ, പുള്ളി ടെക്നിക്കലാണ്. പുള്ളി നല്ല ടെക്നിക്കലാണ്. അപ്പോൾ പുള്ളി ഞങ്ങൾ ബേസിക്കലി സംസാരിച്ച് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോൾ ഗ്രാമിനെ മീറ്റ് ചെയ്യുന്ന മുന്നേ he wrote the initial code base for Hacker News. അപ്പോൾ ഹാക്കർ ന്യൂസ് റിട്ടേൺ ചെയ്തിരിക്കുന്ന ആർക്ക് എന്നൊരു പ്രോഗ്രാം ലാംഗ്വേജിലാണ് വിച്ച് ഹീ റോട്ട്. അപ്പോൾ പുള്ളി ഇതേ പ്രോഗ്രാം ലാംഗ്വേജിൽ പുള്ളി ഹാക്കർ ന്യൂസ് ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ ആസ്റ്ററിസ്ക് വെച്ച് ആ കോഡ് ബേസ് സ്കാൻ ചെയ്തു. സോ ദർ ഇസ് നോ പാഴ്സേഴ്സ് ഫോർ ലൈക്ക് ഈ സ്റ്റാറ്റിക് ഇൻഡെക്സർ ഫോർ ആർക്ക്, കാരണം അതൊരു അത്രയും നീഷ് ലാംഗ്വേജ് ആണ് ഹീ റോട്ട്. പക്ഷേ ആസ്റ്ററിസ്ക് സപ്പോർട്ട്സ് ആർ. അപ്പോൾ ഞങ്ങൾ ബേസിക്കലി അത് കാണിക്കാൻ വേണ്ടി അത് ചെയ്തു. ലൈക്ക് കോളിന് മുമ്പേ പുള്ളിയുടെ വീടിൻ്റെ പുറത്ത് വെച്ച് അത് സ്കാൻ ചെയ്തു ലാപ്ടോപ്പിൽ. ദെൻ ഷോഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ടോക്കിലേക്ക് വന്നു. അപ്പോൾ ദെൻ ഡീപ്പ് ടെക്നിക്കിലേക്ക് പോയി. അപ്പോൾ കുറേ നേരം ലൈക്ക് ഒരു 45 minutes ആണ് ലൈക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക്. അതൊരു ഓഫീസ് അവറായിട്ട് തന്നെയാണ് എടുത്തത്. അപ്പോൾ പ്രോഗ്രാം ജസ്റ്റ് വാണ്ടഡ് ടു ടോക്ക് ടു എ ഫ്യൂ കമ്പനീസ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ കുറേ നല്ല ടെക്നിക്കിലേക്ക് പോയി. പുള്ളി ഒരു സ്പെസിഫിക് പോയിന്റ് ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ പറഞ്ഞു ഫോൾസ് പോസിറ്റീവ്സ് ഞങ്ങളുടെ സോഫ്റ്റ്വെയർ വരത്തില്ല ബിക്കോസ് വി വെരിഫൈ ദോസ് ഫൈൻഡിങ്സ്. അപ്പോൾ അതൊരു മെയിൻ പെയിൻ പോയിന്റ് ആണ് അവർ ഓഫർ കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ അതിനെക്കുറിച്ച് പുള്ളി കുറേ ചോദിച്ചു ലൈക്ക് ഹൗ ഇസ് ആർ ഇവൺ പോസിബിൾ. അങ്ങനെ ഒരു 30 minutes ഞങ്ങൾ അതിലേക്ക് സംസാരിച്ചു. പുള്ളി നല്ല ടെക്നിക്കലാണ്. അതിലായിരുന്നു ഞങ്ങൾ കുറേ ടോക്ക് പോയത്.
ദെൻ ഇവൻച്വലി കുറേ വേറെ കുറേ ഐഡിയാസ് സംസാരിച്ചു. ദെൻ ഹി വാസ് ലൈക്ക് വേറെ കുറേ ഐഡിയാസ് എക്സ്പ്ലോർ ചെയ്തു, ലൈക്ക് ദാറ്റ് വി കുഡ് ഡു. അപ്പോൾ അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ വൈസിയൊക്കെ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്കായിരുന്നു. ദെൻ വി ജസ്റ്റ് കെയിം ബാക്ക് ടു അവർ ഹോം. ഓക്കെ, അങ്ങനെ സംഭവിച്ചാൽ ഇറ്റ് വാസ് ഫൺ. ഓക്കെ, പിന്നെ വേറെ വൈസിയിലുള്ള നിങ്ങൾ മൊമെന്റസ് എക്സ്പീരിയൻസസ് പറയുകയാണെങ്കിൽ 3 മന്തിൽ ഡെഫിനറ്റ്ലി ഡിഫറെൻറ്റ് ഗുഡ് ബാഡ് അഗ്ലി എക്സ്പീരിയൻസസ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ ഒരു റിലേറ്റബിൾ സാധനം കിട്ടാൻ വേണ്ടി. അതിൽ ഐ തിങ്ക് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ കോമ്പിനേറ്ററിൽ ഒരു സെർട്ടൺ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ട്രോപ്പ് ഓഫ് പീപ്പിളാണ് യൂഷ്വലി വൈസിയിൽ കാണുന്നത്. അപ്പോൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എച്ച് ഫാങ് ഓർ എച്ച് ഐ വി ലീഗ് ആയിരിക്കും മിക്കവരും. അപ്പോൾ കോളേജ് ഡ്രോപ്പൗട്ട്സ് ഉണ്ടായിരിക്കും, ഡാർട്ട്മൗത്ത്, സ്റ്റാൻഫോർഡ്, ഹാർവാർഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് കാഷ്വലി അവർ പറയും ലൈക്ക് ഐ സ്റ്റഡി കമ്പ്യൂട്ടർ സയൻസ്. കാരണം അവർ സ്പെസിഫിക്കലി കോളേജ് പറയത്തില്ല, ബിക്കോസ് എവരി വൺസ് ഫ്രം ഐ വി ലീഗ് എക്സെപ്റ്റ് അസ്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ട്. ഐ തിങ്ക് ഞങ്ങളൊരു ഔട്ട്കാസ്റ്റ് ആണ്, ഒരു ഔട്ട്ലെയർ ആണ് വൈ കോമ്പിനേറ്ററിൽ. എൻ്റെ കുറച്ച് സ്റ്റാറ്റ്സ് പറയുകയാണെങ്കിൽ +2 ഡ്രോപ്പ് ഔട്ട് നമ്മുടെ സോ മീ പേഴ്സണലി +2 ഡ്രോപ്പ് ഔട്ട് ആണ്. അശ്വിത് മൈ കോഫൗണ്ടർ ഇസ് എ കോളേജ് ഡ്രോപ്പ് ഔട്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഐ മീൻ ലൈക്ക് അവിടെ ഹൈസ്കൂൾ ഡ്രോപ്പ് ഔട്ട്സും കുറേ ഉണ്ട്. ലൈക്ക് അതും ഒരു ഡ്രോപ്പ് ഓഫ് വൈസി പീപ്പിൾ ആണ്, ലൈക്ക് ഹൈസ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ആൻഡ് കോളേജ് ഡ്രോപ്പ് ഔട്ട്സ്. പക്ഷേ ലൈക്ക് ഞങ്ങൾ ഫ്രം ഇന്ത്യ ആണ്. ലൈക്ക് ഇന്ത്യയിൽ ഐ തിങ്ക് 3 കമ്പനീസ് ഇൻ ടോട്ടൽ ദാറ്റ് വി നോ ഓഫ്. അത്രയും കുറവാണ്. മലയാളീസ് ഉണ്ടായിരുന്നോ? മലയാളീസ് ഉണ്ടായിരുന്നേ. മലയാളീസ് ഐ തിങ്ക് ജസ്റ്റ് 2. Only one of them I would say like is properly from Kerala. Otherwise like NRIs ആയിരിക്കും കൂടുതലും. ഇന്ത്യൻസ് ആയാലും NRIs ആണ് കൂടുതൽ. അവിടെ ലൈക്ക് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ദി US. അപ്പോൾ അമൽ ജോളി ഫ്രം സാറ്റൺ ബാച്ച്മേറ്റ് ആണ്. പുള്ളി ആക്ച്വലി മലയാളിയാണ്. അപ്പോൾ പുള്ളി നൈസാണ്. അപ്പോൾ അങ്ങനെ മലയാളീസ് ഒക്കെ ഉണ്ട്. പക്ഷെ കുറേയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും കൂടുതലും, ബിക്കോസ് ദേ ആർ ഫ്രം ലൈക്ക് ഐ വി ലീഗ് ഓർ ലൈക്ക് US കൾച്ചറാണ് കുറേയൊക്കെ, ഫ്രം ഇന്ത്യ അല്ല. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കൾച്ചർ. ബട്ട് ദാറ്റ്സ് ഫൈൻ. ലൈക്ക് അതൊരു ന്യൂ എക്സ്പീരിയൻസ് ആണല്ലോ. വി ഹാവ് ടു മീറ്റ് ദിസ് പീപ്പിൾ. കൾച്ചർ ഷോക്ക് ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ആ ഒരു ഫസ്റ്റ് ടൈം US ആണ്, അപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ്. അങ്ങനെ കൾച്ചർ ഷോക്ക് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഐ വുഡ് സേ ലൈക്ക് മേ ബി 2 things. അതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ടൈം ഒന്നും നമുക്ക് ആക്ച്വലി SF ഇറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല. ഡേഞ്ചറസ്. അപ്പോൾ അതൊരു റോങ് ടൈം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെൻഡർലോയിൻ അങ്ങനെ മിഷൻസ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറേ ഹോംലെസ് ആൾക്കാരൊക്കെ ഉണ്ട്. ദാറ്റ്സ് എ സവറേജ്. അപ്പോൾ അതൊന്നും നമ്മളിപ്പോൾ ദുബായിൽ അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ കുറച്ച് കൾച്ചേഴ്സ് ഒന്നും അവിടെ നമ്മൾ മിസ്സാവും. അതായത് ഒരു ചായ കുടിക്കാൻ പോകണമെങ്കിലോ അല്ലെങ്കിൽ നല്ലൊരു ഫുഡ് കഴിക്കാൻ പോകണമെങ്കിലോ അവിടെ അങ്ങനെ മലയാളി കടയോ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളൊരു മലയാളി കട എന്ന് പറഞ്ഞ കൊപ്ര എന്ന് പറഞ്ഞ കടയിലേക്ക് പോയി, അതൊരു ഫൈൻ ഡൈനിങ് ആയിരുന്നു. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ചായ കുടിക്കാനോ അങ്ങനെ ഒരു മലയാളി കൾച്ചറൊന്നും അവിടെ ചെയ്യാൻ പറ്റത്തില്ല. രാത്രി അങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. കൾച്ചർ ഷോക്കായിട്ട് പറയത്തില്ല, ബട്ട് പക്ഷേ നമ്മൾ KPH കമ്മ്യൂണിറ്റിന് ഒരു ബഞ്ച് ഓഫ് ആൾക്കാരുണ്ട്. ഇപ്പോൾ ചെറിയാനും ആരൊക്കെയായിരുന്നു മീറ്റ് ചെയ്യാൻ പറ്റിയത് അവിടെ വെച്ചിട്ട്? അവിടെ പ്രണവ് ഫ്രം ചാറ്റ്ഫുഡ് കണ്ടിരുന്നു. ദെൻ നവനീത് ടൂൾ ജെറ്റ് കണ്ടിരുന്നു. ദെൻ കാസിൽഡിന്റെ വൈസി അവർ വന്നിരുന്നു. അപ്പോൾ അവരെ കണ്ടിരുന്നു. ദെൻ അങ്ങനെ കുറേ പേര് അവിടെ ഇങ്ങനെ മീറ്റ് ചെയ്തിരുന്നു. റീസൺ ഞങ്ങൾ പോരുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ജെസ്സിയിലൊക്കെ അവിടെ വന്നിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ മീറ്റ് ചെയ്തിട്ട് ഒരു മീറ്റപ്പ്, കുഞ്ഞൊരു മീറ്റപ്പ് നടത്തിയിരുന്നു. പക്ഷേ അവിടെ മലയാളീസ് ഉണ്ട്, ബട്ട് കുറവാണ്. ഓക്കെ, അപ്പോൾ വൈസി കഴിഞ്ഞു, അല്ലെങ്കിൽ വൈസിൻ്റെ ഒരു ഡെമോഡേയിൽ ഡെമോഡേ എന്താ ഇപ്പോൾ എല്ലാവരും ഡെമോഡേക്ക് വേണ്ടിയാണല്ലോ അത് 3 month പ്രിപ്പറേഷൻ ഉണ്ടാവുന്നത്. ആ ഒരു പ്രോഗ്രാം എങ്ങനെയായിരുന്നു? ഫ്രം ആ ഒരു മോർണിംഗ് ടു ഈവനിങ് എങ്ങനെയാണ് അത്? ഹൗ ഡസ് ഇറ്റ് വർക്ക്? അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വന്നിരുന്ന് അത് ഐഡിയ കിട്ടിയിരിക്കുമോ? വാട്ട് ഇസ് ഫീൽ ലൈക്ക് ഇൻ ഡൂയിങ് ഇൻ ദർ? സോ ഞങ്ങളുടെ കേസിൽ ഡെമോഡേ ഓൺലൈൻ ആയിരുന്നു. വി എക്സ്പെക്ടഡ് ടു ബി ഇൻ റിയൽ ലൈഫ്. പക്ഷേ അതിന് മുമ്പ് അലുമിനാ ഡെമോഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറേ അലുമിനൈസ് വരും, അതേപോലെ ഇൻവെസ്റ്റേഴ്സും വരും. അപ്പോൾ ഞങ്ങൾ 60 seconds ഉണ്ട്. 60 secondsൽ ഞങ്ങൾ ഐഡിയയും ട്രാക്ഷനും എല്ലാം കവർ ചെയ്യണം ഇൻ 60 seconds. അപ്പോൾ എവറിത്തിങ് ബേസിക്കലി ടീമും എന്താണെന്ന് വെച്ചാൽ കവർ ചെയ്യാം. ലൈക്ക് ദാറ്റ്സ് അവർ ചോയ്സ്. പക്ഷേ അതിൽ ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് 60 seconds കൺവേ ചെയ്യാൻ പറ്റണം. ദാറ്റ്സ് ദ ഹോൾ പോയിന്റ്. അപ്പോൾ അലുമിനാ ഡെമോഡിൽ അത് പ്രസന്റ് ചെയ്തു. ദെൻ സം ഓഫ് ദി അലുമിനൈസ് ആർ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡയറക്ട്ലി ഇമെയിൽ അയക്കും, ഓർ ലൈക്ക് നേരിട്ട് വന്ന് കാണും. ഓർ ഡെമോഡേയിൽ ബേസിക്കലി ഫുൾ ഓൺലൈൻ ആയിരുന്നു. ഒരു സൂമിനകത്ത് 60 seconds വി ഷുഡ് പിച്ച് അവർ ഐഡിയ. അപ്പോൾ തന്നെ ഇമെയിൽസ് വരും. ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, demode.ycombinator.com. അതിനകത്ത് ഇൻവെസ്റ്റ് എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യും കുറച്ച് ഇൻവെസ്റ്റേഴ്സ്. എക്സ്പ്രസിങ് ഇൻട്രസ്റ്റ്. അപ്പോൾ അവർ ഇമെയിൽ അയക്കും. ദെൻ വി ഗെറ്റ് ഓൺ എ കോൾ ഓർ ലൈക്ക് മീറ്റ് ദം ഇൻ റിയൽ ലൈഫ് ഫോർ എ കോഫി. അങ്ങനെ സംസാരിച്ചിട്ട് ഇഫ് ദർ ഇൻട്രസ്റ്റഡ് ദേ വുഡ് ഇൻവെസ്റ്റ്. ലൈക്ക് ഇറ്റ്സ് pretty fast. Like actually നല്ലോണം ഓർഗനൈസ്ഡ് ആണ് വൈസി ഇൻ എ വേ ദാറ്റ് ലൈക്ക് കുറേ ഇൻവെസ്റ്റേഴ്സ് ഐ തിങ്ക് 3,000-4,000 ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഓൺ ദാറ്റ് സൂം കോൾ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അതിൽ കുറേ പേര് എക്സ്പ്രസ് ഇൻട്രസ്റ്റ്, ചിലർ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചുമ്മാ, ചിലർ കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ട് ലൈക്ക് ഇഫ് ദർ ഇൻട്രസ്റ്റ് സം ഓഫ് ദം വുഡ് ബി ലൈക്ക് ബിഗ് VCs ഓർ സംതിങ്. അങ്ങനെ ലൈക്ക് ഇവൻച്വലി നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കും എത്ര റേസ് ചെയ്യേണ്ടതെന്ന്. അതൊക്കെ നമ്മൾ വൈസിയിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് എടുക്കുന്നതാണ്. ലൈക്ക് ഹൗ മച്ച് വി വാണ്ട്. അപ്പോൾ അതിന് ഫണ്ട് റേസിംഗ് ഓഫീസേഴ്സ് ഉണ്ട്, എല്ലാം ലൈക്ക് പക്ക ഓർഗനൈസ്ഡ് ആണ്. ദേ വുഡ് ടെൽ യു ലൈക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു മെന്റർഷിപ്പ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഫുൾ ഡെമോഡേ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ആസ്ട്രിസ്കിൻ്റെ ഗോൾ എത്രയായിരുന്നു? ഫണ്ട് റേസിലായിരുന്നു, പിന്നെ ഏതൊക്കെ ഇൻവെസ്റ്റേഴ്സിന് ഓൺ ബോർഡിലായിരുന്നു പ്രയോറിറ്റീസ്,
ആൻഡ് അവിടെ എന്തൊക്കെ രീതിയിൽ ഫസ്റ്റ് ടൈം ആണല്ലോ ഫണ്ട് റൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇപ്പോൾ എമൗണ്ട് ആണെങ്കിലും എത്ര മാസങ്ങളെടുത്തു, മേ ബി മാസങ്ങളെടുത്തിട്ടുണ്ടാവും, ബട്ട് വാട്ട് വാസ് ദ എന്താ പറയുക, അത് അവർ റെഡി ഇൻട്രസ്റ്റഡ് ആണ്, ദെൻ മണി ഹിറ്റിംഗ് ദ ബാങ്ക്, ഹൗ ഫാസ്റ്റ് വാസ് ഇറ്റ്? സോ ഡെമോഡേ മുമ്പ് തന്നെ ഇൻവെസ്റ്റേഴ്സ് റീച്ച് ഔട്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഒരു 1 week 2 week ബിഫോർ ദാറ്റ്. അപ്പോൾ ഞങ്ങളുടെ കേസിൽ ആക്ച്വലി അതിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ കേസിൽ ഉണ്ടായെന്ന് വെച്ചാൽ ലോഞ്ച് ലൈവ് എന്നൊരു വൈ കോമ്പിനേറ്റർ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിനകത്ത് കമ്പനീസ് വരും, ഇൻവെസ്റ്റേഴ്സ് വരും, പല ആൾക്കാരും വരും. അപ്പോൾ അതിൽ ഡെമോ കാണിക്കണം ഞങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ. അപ്പോൾ വി ഡിഡ് വൺ തിങ്, ഞങ്ങളുടെ ഡെമോ ആയിരുന്നു അവിടുത്തെ ലൈക്ക് ഹൈലൈറ്റ്. അപ്പോൾ അന്ന് ഞങ്ങൾ ലൈവ് ഹാക്കിംഗ് ഡെമോ കാണിച്ചു. ലൈക്ക് അശ്ചിത് ബേസിക്കലി ഒരു ലാപ്ടോപ്പ് വെച്ചിങ്ങനെ ഇരുന്നു, ഷോർട്ട് ആ YC കമ്പനി, റിയൽ YC കമ്പനി, ദെൻ റൺ ആസ് റെസ്കോർഡഡ്. ആ ലാപ്ടോപ്പിൽ ലൈക്ക് ഓട്ടോമാറ്റിക്കലി ഹാക്ക് ചെയ്തിട്ട് അത് റിക്രോൾ പ്ലേ ചെയ്തു ആ YC കമ്പനി. വി ടോക്ട് അബൌട്ട് ഇറ്റ്, ലൈക്ക് വി ഹാക്ട് 9 ഓപ്പൺ സോഴ്സ് YC കമ്പനീസ്, ദിസ് ഇസ് വൺ ഓഫ് ദം. അപ്പോൾ അത് ലൈക്ക് ഹ്യൂജ് ഇതായിരുന്നു, ലൈക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു. എല്ലാവരും അതിന് സംസാരിച്ചു, ലൈക്ക് ബാച്ച് മേറ്റ്സിലേക്ക് വന്നിട്ട് എങ്ങനെയാണ് ഡെമോ കാണിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞങ്ങൾ ലൈവ് ഹാക്കിംഗ് ഡെമോ കാണിച്ചു, ലൈക്ക് ലൈവായിട്ട് പ്ലേ ചെയ്തു. അറ്റ് ദ മൊമെന്റ് അത് ഹാക്ക് ചെയ്തു. അത്ര ടൈം എടുക്കും ഫോർ ഹാക്ക് എന്ന് പറയുമ്പോൾ? 5 minute ഒക്കെ ഹാക്കാൻ പറ്റും. അപ്പോൾ അന്ന് ഞങ്ങൾ സെഷൻ റീപ്ലേ ആണ് കാണിച്ചാൽ, ലൈക്ക് വി ഓൾറെഡി ഹാക്ക് ദ കമ്പനി ബിഫോർ ദാറ്റ്. അപ്പോൾ ലൈവ് കാണിക്കുന്ന സമയത്ത് ലൈക്ക് 5 minutes ഉള്ളൂ. അപ്പോൾ അതിനുള്ള കാണിക്കണം. യൂഷ്വലി ലൈക്ക് ആക്ച്വൽ പ്രൊഡക്റ്റിൽ റൺ ചെയ്യുന്ന സമയത്ത് ലൈക്ക് 1 to 2 hours എടുക്കും, ലൈക്ക് ആക്ച്വൽ ഫുൾ സ്കാൻ കഴിയാനായിട്ട്. ബട്ട് ഈ ഒരു ഡെമോ കാണിച്ച സമയത്ത് ഞങ്ങൾ ഓൾറെഡി അവരെ ഹാക്ക് ചെയ്ത് അവരോട് ഫിക്സ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് വീക്ക് ഓഫ് YC തന്നെ വൈ കോമ്പിനേറ്റർ കമ്പനീസ് ഹാക്ക് ചെയ്യാൻ തുടങ്ങി, ടു ടോക്ക് അബൌട്ട് ദം. അപ്പോൾ ലൈക്ക് 9 ഓപ്പൺ സോഴ്സ്, ഞങ്ങളൊരു ബിറ്റ് ഓഫ് എ ന്യൂസൻസ് ആയിരുന്നു YCയിൽ, ലൈക്ക് ഡോണ്ട് ഹാക്കേഴ്സ്. അപ്പോൾ ആ ഒരു ഡെമോ കാണിച്ചു. അന്നാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ. ലൈക്ക് അവിടെ ഒരു ഫണ്ട് അന്ന് ഓഡിയൻസിലുണ്ടായിരുന്നു. ദ ഇമെയിൽ ഡസ് നോ കോൾസ് നത്തിങ് 150K നൗ. നോ കോൾസ് ഒന്നും വേണ്ട, 150K ഓൺ ദ സ്പോട്ട് ഇപ്പം തന്നെ ഇടാൻ റെഡിയാണെന്ന് പറഞ്ഞു. അത് 1 CR 1 കോടി. അപ്പോൾ 150K ഇടാന്ന് പറഞ്ഞു. ഭയങ്കര സഡൻ ആണല്ലോ. ദെൻ അത് കഴിഞ്ഞിട്ട് അവർ ഒരു ഫോളോ അപ്പ് ഒക്കെ ചെയ്തു. ലൈക്ക് അവർ ഭയങ്കര ഹൈപ്ഡ് ആയിരുന്നു. എൻ്റെ ഫണ്ട് ടീം ലൈക്ക് ഭയങ്കര ഹൈപ്ഡ് ആയിരുന്നു. ലൈക്ക് വി നോ ദാറ്റ് AI ഹാക്കർ ഇസ് ദ ഫ്യൂച്ചർ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതായി. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ് ആണോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു, യു ഷുഡ് ടേക്ക് ദ ചെക്ക് എന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ ടേക്ക് എടുത്ത സമയത്ത് ലൈക്ക് ഇവഞ്ച്വലി വേറെ ഫണ്ട്സ് ലൈക്ക് 50K വേറെ വന്നു. അങ്ങനെ ലൈക്ക് പെട്ടെന്ന് റോൾ ഔട്ട് ആയി. ലൈക്ക് ഈവൻ വിത്തൗട്ട് കോൾസ് കുറേ ഫണ്ട് കിട്ടി. അപ്പോൾ ഞങ്ങളുടെ ഫണ്ട് റൈസിങ് ലൈക്ക് ഭയങ്കര ക്വിക്കായിരുന്നു. അപ്പോൾ ഡെമോഡേക്ക് മുന്നേ തന്നെ ഞങ്ങൾ 1.5 million ക്ലോസ് ചെയ്തു. ദെൻ ഡെമോഡേ ആഫ്റ്റർവേർഡ്സ് ലൈക്ക് കുറച്ച് ബിഗ് VCs അവർ കുറച്ചും കൂടെ പ്രോസസ് ഉണ്ട്. അപ്പോൾ അതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് ഈ എമൗണ്ട് ഇപ്പോൾ ഒരു എത്ര ടൈം എടുത്തു? ഈവൻ നിങ്ങൾ US കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ടൈം എടുത്തോ, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? US കമ്പനി രജിസ്റ്റർ ചെയ്യാൻ അത്ര ടൈമൊന്നുമില്ല. അത് ഞങ്ങൾ ഫസ്റ്റ് മന്ത് എൻഡിൽ തന്നെ അത് രജിസ്റ്റർ ആയി. അത് ഡെലവേർ കോർപ്പറേഷനാണ്. അപ്പോൾ അതിന് അവിടെ ഒരു ലോ ഫേം ഉണ്ട്, അവർ ലൈക്ക് എല്ലാം ഓർഗനൈസ് ചെയ്ത് തരും. ഞങ്ങളുടെ കയ്യിലൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. കാരണം മിക്ക ഇന്ത്യൻ കമ്പനീസും ഒരു പെയിൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഫ്ലിപ്പ് സ്ട്രക്ചർ തുടങ്ങണം ഇന്ത്യയിൽ. ഫ്ലിപ്പ് സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയും ഇപ്പോൾ ഞങ്ങളുടെ കോഫൗണ്ടേഴ്സ് ആണെങ്കിൽ എൻ്റെയും അശ്ചിതിൻ്റെ വിവേകിൻ്റെ പേരിൽ ഒരു LLP സ്റ്റാർട്ട് ചെയ്യണം നാട്ടിൽ. ദെൻ ഇൻവെസ്റ്റേഴ്സ് ഫണ്ട് ഹാസ് ടു ബി ഹിയർ. അങ്ങനെ കുറേ റെഗുലേഷൻസ് ഉണ്ട് വിച്ച് വുഡ് ടേക്ക് ലൈക്ക് മന്ത്സ് 3-4 months. നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അത് ഇൻ എ വേ അത് ആക്ച്വലി ഒരു വലിയൊരു പ്രോബ്ലമാണ് അവിടെ. അപ്പോൾ മിക്ക കമ്പനീസും അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അതിന് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി വരും. പക്ഷെ ഞങ്ങൾക്ക് ദുബായ് ഫണ്ട്സ് ഉള്ളതുകൊണ്ട് അത് ചെയ്യേണ്ടി വന്നില്ല. ഞങ്ങളുടെ എല്ലാവർക്കും ഫൈനാൻഷ്യൽസ് ഉണ്ട് ഇവിടെ ദുബായിൽ. ദെൻ വി യൂസ് ദാറ്റ്. അപ്പോൾ ഡെലവേർ കോർപ്പറേഷൻ മാത്രം മതി. അത് പെട്ടെന്ന് കഴിഞ്ഞു. ലൈക്ക് ഫസ്റ്റ് മന്തിൽ എൻ്റെ തന്നെ സംഭവം കഴിഞ്ഞു. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാം ഭയങ്കര ക്വിക്കാണ്. ലൈക്ക് മിക്കവരും ഒരു 10 minute 30 minutes കോൾ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ലൈക്ക് മണി സെൻഡ് ചെയ്യും. ലൈക്ക് വൈ കോമ്പിനേറ്ററിൻ്റെ ഒരു പ്രോസസ് ഉണ്ട്, സേഫ് എന്ന് പറയും, സിമ്പിൾ അഗ്രിമെന്റ് ഫോർ ഫ്യൂച്ചർ സെക്യൂരിറ്റി. അപ്പോൾ അതിലാണ് എല്ലാം വർക്ക് ചെയ്യുന്നത്. ലൈക്ക് ഒരു ഹാൻഡ് ഷേക്ക് ഡീൽ ഉണ്ട് ഫസ്റ്റ്. ദേ വുഡ് സേ ലൈക്ക് ഓക്കെ 150K 200K വി വുഡ് ഷേക്ക് ഹാൻഡ്സ് ഓൺ ദാറ്റ് ഓവർ ഇമെയിൽ. ദെൻ ഈ സേഫ് അയക്കുന്നു, രണ്ടുപേരും സൈൻ ചെയ്യുന്നു. ദേ വുഡ് ഇനിഷ്യേറ്റ് എ വയർ ഫണ്ട് നെക്സ്റ്റ് ഡേ ഓർ ലൈക്ക് ഇൻ എ ഫ്യൂ hours മണി ഇൻ ദ ബാങ്ക്. What is that feeling like? Like having millions in your bank account before even demo day? അപ്പോൾ അത് ആക്ച്വലി ഭയങ്കര ക്വിക്കായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് ലൈക്ക് ഈ മൊമെൻറ്റം കീപ്പ് ചെയ്യണം എന്ന രീതിയിൽ ലൈക്ക് വൈ കോമ്പിനേറ്ററിന് അഡ്വൈസ് ഉണ്ടായിരുന്നു. ലൈക്ക് അത് ഇറ്റ്സ് എ ഗുഡ് സൈൻ. അപ്പോൾ 1.5 million ലൈക്ക് ഡെമോഡേക്ക് മുന്നേ ക്ലോസ് ചെയ്തതിന് ശേഷം ലൈക്ക് 1 to 2 weeksനുള്ളിൽ അത് കിട്ടിയിരുന്നു എല്ലാം. അപ്പോൾ ആ സമയത്ത് കൈൻഡ് ഓഫ് ഞങ്ങളുടെ ഇടയിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് കോടികളാണ് ബേസിക്കലി ലൈക്ക് ബാങ്കിലേക്ക് വരുന്നത്. ലൈക്ക് ഹൗ ഇസ് ആർ ഇവൻ, കാരണം ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ചില കോൾസ് ഒക്കെ ഇച്ചിരി ആക്ച്വലി കൈൻഡ് ഓഫ് വിയേർഡാണ്. ചില ഇൻവെസ്റ്റേഴ്സ് ഒക്കെ കമ്പനിനെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ലൈക്ക് ഫിലോസഫി ഒക്കെ സംസാരിക്കും. സീരിയസ്ലി? Then they were like, okay, I like your answers. Then they were like, okay, they're investing. അപ്പോൾ അങ്ങനെ കുറേ ലൈക്ക് അവരൊക്കെ ലെജൻസ് ആണ്. അവർക്ക് കുറേ കമ്പനീസ് ഒക്കെ ചെയ്ത് അവർക്ക് ലൈക്ക് ദേ ഹാവ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി. അവർക്ക് അറിയാം അവർ ബെറ്റ് എടുക്കുകയാണ്. ലൈക്ക് ഒരു ഗാംബിളാണ്. സമ്മതം കുടിച്ചാൽ ലൈക്ക് ഓക്കെ ഫൗണ്ടർ ബെറ്റാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഐഡിയ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളുടെ കേസിൽ സെക്യൂരിറ്റി ആയിട്ട് നോളജ് ഉള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ ആക്ച്വലി നോക്കും. ചില ഇൻവെസ്റ്റേഴ്സിന് ഒന്നും ഐഡിയ ഉണ്ടാകത്തില്ല. ചില ഇൻവെസ്റ്റേഴ്സിന് ആക്ച്വലി പ്രോപ്പറായിട്ട് ഐഡിയ ഉണ്ടായിരിക്കും. ഓർ ദ ഇൻവെസ്റ്റർ ഇൻ എ സിമിലർ കമ്പനി ബിഫോർ ദിസ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കും. ലൈക്ക് അത് പ്രോസസ് എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യും ഇൻവെസ്റ്റേഴ്സ്. ലൈക്ക് ദിസ് ഇസ് ഹൗ ഐ വർക്ക് വിത്ത് കമ്പനീസ്. അപ്പോൾ അത് ഞങ്ങൾ നോക്കും. ആ ഒരു പ്രൊഫൈലും കൂടെ നോക്കിയിട്ടാണ് ലൈക്ക് ഇൻവെസ്റ്റേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, കൊള്ളാം. അപ്പോൾ നിങ്ങൾ ഒരു നല്ലൊരു സൈസബിൾ എമൗണ്ട് അവിടെ നിന്ന് ഫണ്ട് റേസ് ചെയ്തു. ആൻഡ് വാട്ട് ഇസ് ദ പ്ലാൻ നെക്സ്റ്റ്?
ഇനി കംപ്ലീറ്റ്ലി സെയിൽസിലേക്കാണ് ഫോക്കസ്. അപ്പോൾ ഞങ്ങളുടെ ടെക് ഓൾമോസ്റ്റ് ലൈക്ക് ബിൽട്ട് ഔട്ട് ആണ്. ഇത് ഒബ്വിയസ്ലി ലൈക്ക് ഇംപ്രൂവ് ചെയ്ത് വരണം. ഞങ്ങൾക്ക് ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് കുറേ എണ്ണം പോപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അവർക്കും ലൈക്ക് ബേസിക്കലി ക്യാൻ കീപ്പ് അപ്പ് ലൈക്ക് ഒരു ക്യാച്ച് അപ്പ് വിത്ത് ടെക്. അപ്പോൾ ടെക്കിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ബിസിനസ് സൈഡ് ഓഫ് തിങ്സ് ആണ്. അപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടെങ്കിലും അതൊരു വേറെ കോമ്പറ്റീറ്റേഴ്സിന് അത് ഉണ്ടെന്ന് ചുമ്മാ ക്ലെയിം ചെയ്താൽ മതി. ദേ കൻ ജസ്റ്റ് സെൽ ഇറ്റ്. ലോഗോസിലാണ് കാര്യം. ലൈക്ക് ഹൂ എൽസ് ആർ യൂസിങ് യുവർ സോഫ്റ്റ്വെയർ. അപ്പോൾ ഇവിടെ കസ്റ്റമേഴ്സിനോട് ചോദിക്കുന്ന സമയത്ത് അവർ അതാണ് ആദ്യം ചോദിക്കുന്നത്, വേറെ ആരൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതൊക്കെ ബാങ്ക്സ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പോൾ ലോഗോസ് കളക്ട് ചെയ്യണം. ആൻഡ് ഫോർ ദാറ്റ് വി ഷുഡ് ലൈക്ക് യൂട്ടിലൈസ് അവർ നെറ്റ്വർക്ക്. അപ്പോൾ അതിനാണ് ബേസിക്കലി ഞങ്ങൾ ദുബായിലേക്കും ഒക്കെ വരുന്നത്. കുറേ കസ്റ്റമർ കോൾസ് ഉണ്ട് ലൈക്ക് ത്രൂ ഔട്ട് ദിസ് വീക്ക്. അപ്പോൾ അവർ ക്ലോസ് ചെയ്യാൻ കുറേ സമയം എടുക്കും. സെക്യൂരിറ്റി സ്പെസിഫിക്കലി അങ്ങനെ ഒരു നീഷ് ഇൻഡസ്ട്രിയാണ്. അങ്ങനെ എല്ലാവർക്കും വേണ്ട ഒരു സംഭവമല്ല സെക്യൂരിറ്റി. സ്മോൾ സ്റ്റാർട്ടപ്സ് ഒന്നും അത്ര കെയർ ചെയ്യത്തില്ല. ബട്ട് വൺസ് ദേ ഗെറ്റ് ഹാക്ട് അവർ കെയർ ചെയ്യും. ബട്ട് ഫോർ അതേഴ്സ് ലൈക്ക് ദേ ഗെറ്റ് ഹാക്ട് ലൈക്ക് ഓൺ എ ഡെയിലി ബേസിസ്. ലൈക്ക് ATPസും അതേപോലെ നേഷൻ സ്റ്റേറ്റ് ഒക്കെ ടാർഗറ്റ് ചെയ്യുന്ന കമ്പനീസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ആ ഒരു റിയൽ ടൈം മോണിറ്ററിംഗ് വേണം. അപ്പോൾ അവരായിരിക്കും ഞങ്ങളുടെ റിയൽ ICP. അപ്പോൾ ഈ ഒരു മൊമെന്റിൽ ഞങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രാക്ഷൻ ഉണ്ടാക്കണം, കളക്ടിങ് ലോഗോസ്. അപ്പോൾ ഇന്ന ബാങ്ക്സ് അല്ലെങ്കിൽ ഇന്ന കമ്പനീസ് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആണെന്ന് പറയാനുള്ള ഒരു ഫുഡ് ഹോൾഡ് എടുക്കണം. അതാണ് ഇപ്പോൾ മെയിൻ ഗോൾ. അങ്ങനെയാണ് ദുബായ് മാർക്കറ്റ് വർക്ക് ചെയ്യണേ അല്ലേ? ഓക്കെ. ലാസ്റ്റ് 40 മിനിറ്റ്സോളം നമ്മൾ മുഫീദിൻ്റെ YC സ്റ്റോറി കവർ ചെയ്തു. YC ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് വേറെ ആരും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ആൻഡ് കുഡോസ് ടു യു ഓൺ ബ്രിങ്ങിങ് ദാറ്റ് ടു ദ KPH ഓഡിയൻസ്. അപ്പോൾ കമ്മിങ് ടു KPH കമ്മ്യൂണിറ്റി എങ്ങനെയാണ്? ഹൗ വാസ് ഇറ്റ് യൂസ്ഫുൾ ഫോർ യു? അതിലുള്ള ഫൗണ്ടേഴ്സിനായിട്ട് പരിചയമുണ്ടോ? ഐ തിങ്ക് ഒബ്വിയസ്ലി ജിജോനെ നെയിം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഹു എൽസ് ഹാസ് ഹെൽപ്പ് കീ റോൾ ഇൻ ജേർണി? സോ ഇതിന് മുന്നേ ലൈക്ക് ഈ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ബിസിനസ്സിലേക്ക് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ലൈക്ക് ആസ് ഇൻ ഫണ്ട് റേസിംഗ്, ആ ഒരു VC ഫണ്ടഡ് കമ്പനി ലൈക്ക് ആ ഒരു ഇതിൽ വന്നിട്ടില്ല. ഇതിന് മുമ്പ് കൺസൾട്ടൻസി ഞാൻ ചെയ്തത്. അത് കംപ്ലീറ്റ്ലി ബൂട്ട്സ്ട്രാപ്ഡ് ആണ്, ഫണ്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആക്ച്വലി കുറേ റിസർച്ച് ചെയ്തിരുന്നു. ലൈക്ക് ഈസ് ഇസ് ആക്ച്വലി വർത്ത് ഇറ്റ്. അപ്പോൾ YCയുടെ കേസിലായാലും VC ബാക്ട് ആയാലും ലൈക്ക് രണ്ട് വേസ് ഉണ്ട്. ഒന്നെങ്കിൽ ബൂട്ട്സ്ട്രാപ്പ് ചെയ്യാം, വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ഫൈൻ. അപ്പോൾ ആക്ച്വലി എൻ്റെ ഇനീഷ്യൽ ഞാനത് വിചാരിച്ചിരുന്നു ബൂട്ട്സ്ട്രാപ്പ് ചെയ്താലോ. ബട്ട് ഇൻ ദിസ് സ്പെസിഫിക് ഇൻഡസ്ട്രി ലൈക്ക് VC ഫണ്ടിങ് വേണം. ആ ഒരു കോമ്പറ്റീറ്റേഴ്സ് എല്ലാം ലൈക്ക് $1 billion കമ്പനീസ് ആണ്. ലൈക്ക് ഞാൻ ജനിച്ചതിന് മുമ്പുള്ള കമ്പനീസ് ഒക്കെയാണ് എൻ്റെ കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ ആ ഒരു ആക്സലറേഷൻ വേണമെങ്കിൽ ലിറ്ററലി Y Combinator ഈസ് ആൻ ആക്സലറേറ്റർ. ലൈക്ക് ആ ഒരു സ്ട്രക്ചറേ പറ്റുള്ളൂ. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുന്നേ KPHൽ ഞാൻ മീറ്റ് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നവനീതിനായിട്ട് ഞാൻ ഒരു കോൾ ചെയ്തിരുന്നു. ഫീലിസാണ് കണക്ട് ചെയ്തത് തന്നെ. അപ്പോൾ ഞാൻ പുള്ളിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. അപ്പോൾ ഈ ഒരു VC വേൾഡ് തന്നെ വർക്ക് ചെയ്യുന്ന ഇച്ചിരി കൈൻഡ് ഓഫ് വിയേർഡാണ്. അപ്പോൾ സമ്മതം വുഡ് ഒരു കോളിൽ വന്നിട്ട് അത് ഇന്ത്യയിൽ കളക്ട് ചെയ്യാനായിരിക്കും വരുന്നത്. ദർ നോട്ട് ആക്ച്വലി ഇൻട്രസ്റ്റഡ് ഇൻ ഇൻവെസ്റ്റിംഗ്. അങ്ങനെ കുറേ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റേഴ്സ് വരും. ഞാൻ പോർട്ട്ഫോളിയോ നോക്കിയിട്ടേ കയറാറുള്ളൂ. അപ്പോൾ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പറയും ലൈക്ക് ദർ ഇസ് എ കോൺഫ്ലിക്റ്റ്. ഇങ്ങനെ കോമ്പറ്റീറ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഐ ക്യാൻ ടോക്ക് അബൌട്ട് എനിത്തിങ് എൽസ്. അപ്പോൾ അങ്ങനെ ചില കോൾസ് ഉണ്ടാവും. ചിലൊരു അനലിസ്റ്റ് ആയിരിക്കും വരുന്നത്. ലൈക്ക് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ്. ലൈക്ക് ഒരു പാർട്ണർ ആയാലാണ് ആക്ച്വലി ആ ഒരു കോൾ ഇറ്റ്സ് വെരി ഗുഡ് ടു ടേക്ക്. അനലിസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒരു കോട്ട തീർക്കാനുള്ള കോൾ പോലെ ആയിരിക്കും. അതൊക്കെ നവനീത എനിക്ക് പറഞ്ഞത് ആ ഒരു കോളിനകത്ത്. പിന്നെ ഈ എമൗണ്ട് റേസ് ചെയ്യുന്നതും വാല്യുവേഷനും കാര്യങ്ങളൊക്കെ ആക്ച്വലി നല്ല സ്ട്രക്ചേർഡ് ആയിരിക്കണം. ലൈക്ക് അത് ഇത്ര മണിയാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ ചുമ്മാ ഒരു എമൗണ്ട് പറഞ്ഞിട്ട് റേസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ നവനീതിനോട് സംസാരിച്ചപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി. ദെൻ പ്രണവിനോട് പറഞ്ഞ സമയത്ത് Y Combinator എക്സ്പീരിയൻസിൻ്റെ കാര്യം മനസ്സിലാക്കാൻ പറ്റി. ദെൻ Y Combinator കയറുന്നതിന് മുന്നേ ജിജോനോട് സംസാരിച്ചിരുന്നു. ലൈക്ക് ലേൺ എ ലോട്ട് ഫ്രം ദാറ്റ്. പിന്നെ ആൻഡ്രൂ ലൈക്ക് ഒരു ക്ലോസ് ഫ്രണ്ടാണ്. ലൈക്ക് നോൺ ഹിം ഫോർ എ ലോങ് ടൈം. അപ്പോൾ അത് ഐ തിങ്ക് KPHൽ തന്നെയാണ് എനിക്ക് പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്തത്. അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ലൈക്ക് ഇവരോട് സംസാരിക്കുന്ന സമയത്ത് കുറേ ഐഡിയാസ് കിട്ടും. കാരണം ഇവർ ഇതിൽ കൂടെ പോയ ആൾക്കാരാണ് ഓൾറെഡി. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ വേണം. കമ്മ്യൂണിറ്റി ഈസ് റിയലി ഹെൽപ്ഫുൾ. റിയലി ഹെൽപ്ഫുൾ. പെർഫെക്റ്റ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് 21-ാം വയസ്സിൽ Y Combinator YC പ്രോഗ്രാമിൽ എൻ്റർ ചെയ്യണ യങ്ങസ്റ്റ് ഫൗണ്ടർ മേ ബി മുഫീദായിരിക്കും. അപ്പോൾ ഇത് ഒരു റിപ്പീറ്റബിൾ പ്രോസസ്സായിട്ട് എങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം? ലൈക്ക് ഹൗ ക്യാൻ വി ഹാവ് റിയലി ഗുഡ് ഫൗണ്ടേഴ്സ് ആൻഡ് റിയലി ഗുഡ് ടാലൻറ്റ്സ് കമ്മിങ് ഫ്രം കേരള ടു ദ വേൾഡ്? അല്ലെങ്കിൽ ഈവൻ Y Combinator ഈസ് വൺ പാർട്ട് ഓഫ് ഇറ്റ്. ഇപ്പോൾ ഇഫ് യു ആർ ബിൽഡിംഗ് ഫോർ എ $1 billion ഓപ്പർച്യൂണിറ്റി, but there are other opportunities are like എല്ലാവരും $1 billion companies അല്ല ബിൽഡ് ചെയ്യുന്നത്. So how do we facilitate that? And your thought points, maybe right from the school or college, what needs to be changed, or your perspective overall, over to you. അപ്പോൾ എനിക്ക് ഒബിയസ്ലി പേഴ്സണൽ എക്സ്പീരിയൻസ് സംസാരിക്കാൻ പറ്റും. വൺ തിങ് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ Y Combinator ലൈക്ക് VC ഫണ്ടിങ് ഒരു ഗോളായിട്ട് കാണരുത് ഇതിനവേ. അതൊരു നല്ല ബാഡ്ജാണ്, വിച്ച് ഈസ് ട്രൂ. ലൈക്ക് നല്ല ക്രെഡൻഷ്യലാണ്. YC ബാക്ക് സ്റ്റാർട്ടപ്പ് എന്ന് സമയത്ത് നല്ലൊരു പോയിന്റ് ആണ്. ബട്ട് എല്ലാ കമ്പനീസും അത് വേണ്ട. അപ്പോൾ ലൈക്ക് സ്പെസിഫിക് കമ്പനീസ് ഇപ്പോൾ സർവീസ് കമ്പനി കൺസൾട്ടൻസി ഒക്കെ ആണെങ്കിൽ അവർക്ക് ഫണ്ടിങ്ങിൻ്റെ ആവശ്യമില്ല. ഒരു ചില ഇൻഡസ്ട്രീസ് ഭയങ്കര ഈസിയാണ്, അവർക്ക് VC ഫണ്ടിങ്ങിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ അത് നോക്കാതിരിക്കുന്നതായിരിക്കും ആക്ച്വലി ബെറ്റർ, ഐ തിങ്ക് പേഴ്സണലി. പക്ഷേ പെട്ടെന്ന് ആക്സലേറ്റ് ചെയ്ത് പോകണം. ഒരു B2B SaaS ഒരു വലിയ കൺഗ്ലോമറേറ്റ് കമ്പനീസിനാണ് കോമ്പീറ്റ് ചെയ്യുന്നത് വെച്ചെങ്കിൽ VC ഫണ്ടിങ് ഇസ് വെരി ഗുഡ്. കാരണം അവർ പെട്ടെന്ന് ആക്സലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ Y Combinator ഇസ് ഗുഡ്. ബട്ട് അതിലൊരു മെയിൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഴ്സ് ആണ് കുറേയൊക്കെ ലൈക്ക് മെയിൻ ഇക്വേഷൻ.
അപ്പോൾ നിങ്ങളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ഡസൻ മാറ്റർ ഏജ്, ലൈക്ക് ഏജും ബാക്ക്ഗ്രൗണ്ടൊന്നും അത്ര മാറ്റർ ചെയ്തില്ല. ബട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് സെക്യൂരിറ്റി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ചെറുപ്പം മുതൽ അതാണ് ചെയ്ത്. എൻ്റെ ഫൗണ്ടേഴ്സിനും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ദാറ്റ്സ് ഹൗ വി ഗോട്ട് ഇൻടു YC. അപ്പോൾ അവരത് നോക്കും. ലൈക്ക് ഞങ്ങളവിടെ പോയിട്ട് ലൈക്ക് ഒരു ഷിപ്പിംഗ് കമ്പനിയെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നടക്കത്തില്ല. മേ ബി വിൽ ഗെറ്റ് അക്സെപ്റ്റഡ്. കാരണം അവർ ചില സമയത്ത് ഫൗണ്ടേഴ്സിനെ നോക്കിയെടുക്കാറുണ്ട്. അവർ കോൾ വെച്ചിട്ട് തന്നെ പറയും യു ഷുഡ് റാദർ ഡു സംതിങ് എൽസ്. ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം, ബട്ട് യു ഷുഡ് പിവട്ട്. അപ്പോൾ ആ ഒരു സംഭവം പറയാറുണ്ട്. അപ്പോൾ പിവട്ട് ആക്ച്വലി കുറേ സംഭവിക്കാറുണ്ട്. ലൈക്ക് ഞങ്ങളുടെ ബാച്ചിൽ 4 times പിവട്ട് ചെയ്ത കമ്പനീസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ലൈക്ക് ദേ ഡൂയിങ് പ്രിറ്റി ഗുഡ് നൗ. ലൈക്ക് അങ്ങനെ ഐഡിയാസ് മാറ്റി എടുക്കുക. ഈ പിവറ്റ് എന്ന് പറയുന്ന സംഭവം ഓഡിയൻസിൽ ഇപ്പോൾ ഫെമിലർ ആയിരിക്കില്ല. പിന്നെ ഈ പിവറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഹൗ ടു ടേക്ക് പിവറ്റ്? ഇപ്പോൾ പറഞ്ഞ പിവറ്റ് ആയാലും ചില ആൾക്കാർ ചിലപ്പോൾ ഒരു റിസ്കി ബെറ്റ് ആവും ചില ആൾക്കാർക്ക്. ഇപ്പം എന്താണ് ഇപ്പോൾ ടൈം മണിയൊക്കെ ഇൻവോൾവ് ആണല്ലോ പിവറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിനെങ്ങനെ കാണണം? ഹൗ ഡു യു ട്രീറ്റ് പിവറ്റ് സോ ദാറ്റ് പിവറ്റ് ഈസ് എ റൈറ്റ് പിവറ്റ്? അപ്പോൾ ലൈക്ക് 2 types ഓഫ് പിവറ്റ് ഉണ്ട്. ഒരെണ്ണം സോഫ്റ്റ് പിവറ്റ്, അല്ലെങ്കിൽ ഹാർഡ് പിവറ്റ് ആണ്. സോഫ്റ്റ് പിവറ്റ് എന്ന് പറയുന്ന സമയത്ത് ചെറിയൊരു ഫാക്ടർ മാത്രം മാറ്റും കമ്പനീസിൻ്റെ. ഞങ്ങളുടെ കേസിൽ സോഫ്റ്റ് പിവറ്റ് എന്ന് പറയുന്ന സമയത്ത് മേ ബി സെൽഫ് സെർവ് ആയിട്ട് മാറ്റും. ലൈക്ക് കറന്റ് ഇപ്പോൾ ഓൺബോർഡിംഗ് പ്രോസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിക്കോസ് വി ആർ വർക്കിംഗ് വിത്ത് ബിഗ് കമ്പനീസ്. പക്ഷേ സ്മോൾ കമ്പനീസിന് കൊടുക്കണമെങ്കിൽ അതിനോട് അവർ സംസാരിക്കേണ്ട പോലും ആവശ്യമില്ല. ദേ കൻ ജസ്റ്റ് സൈൻ അപ്പ്. അപ്പോൾ അതൊരു സോഫ്റ്റ് പിവറ്റായിട്ട് മേ ബി മാറ്റാം. അല്ലെങ്കിൽ ഞങ്ങളിപ്പം സെക്യൂരിറ്റി എഞ്ചിനീയർ എന്നുള്ളത് മാറ്റിയിട്ട് ഇപ്പോൾ ഇൻസിഡന്റ് റെസ്പോൺസ് SRE എന്നുള്ള രീതിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ അത് സോഫ്റ്റ് പിവറ്റാണ്. ബട്ട് ഹാർഡ് പിവറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇൻഡസ്ട്രി വരെ മാറ്റും. ലൈക്ക് മേ ബി ലൈക്ക് എ കോ പൈലറ്റ് ഫോർ പ്രോഗ്രാമിംഗ് ഓർ സംതിങ്, ലൈക്ക് ഈവൻ മേ ബി എ ഫ്ലൈറ്റ് കമ്പനി, അതൊക്കെ ഹാർഡ് പിവറ്റാണ്. പക്ഷെ അത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ആരും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാറില്ല. ബട്ട് യു ക്യാൻ, പക്ഷേ യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യാറില്ല. പിവറ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആപ്റ്റായിട്ട് എന്താണോ ഉള്ളത്, ഒരു സംഭവം ചെയ്തിട്ട് അത് വർക്കായില്ലെങ്കിൽ പെട്ടെന്ന് അത് ഷട്ട് ഡൗൺ ചെയ്യാൻ അറിയണം. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഈ ഒരു ടേം ഫൗണ്ടർ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്, അത് റെലവെൻ്റ് ആണോ ഈ കേസിൽ പറയുമ്പോൾ? ഹ്യൂജ്ലി. അതിൽ ഇപ്പം നമ്മൾ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്ന സമയത്ത് അവർ സ്പെസിഫിക്കലി നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും കൂടെ ചോദിക്കും. അപ്പോൾ നമുക്ക് എന്താ എക്സ്പീരിയൻസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കേസിൽ അത് ആക്ച്വലി ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം ഉണ്ട്. ഞങ്ങൾ യങ് ആൾക്കാരാണ്. ഞങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരെല്ലാം സിസോസ് ആയിരിക്കും. വി ആർ സെല്ലിംഗ് ടു സിസോസ്. സിസോ എന്താണ്? ലൈക്ക് ചീഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസർ. ഓക്കെ. അപ്പോൾ അവരോട് സംസാരിക്കുന്നത് അവർ മിക്കപ്പോഴും ലൈക്ക് 50+ ലൈക്ക് 60-year-olds, ലൈക്ക് അത്രയും പ്രായമുള്ളവരായിരിക്കും. ദേ ഹാവ് ബീൻ ഇൻ ദ ഇൻഡസ്ട്രി ലൈക്ക് ലോങ്ങർ ദാൻ ഐ വാസ് ലൈക്ക് ഹാവ് ബീൻ ഓൺ എർത്ത്. അപ്പോൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ലൈക്ക് ഒബ്വിയസ്ലി അവർക്ക് നമ്മളൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. മേ ബി ഓൺ ദ തിയറിറ്റിക്കൽ സൈഡിൽ നമുക്ക് ചിലപ്പോൾ പ്രാക്ടിക്കലി ഒരു ടെക്നിക്കൽ എബിലിറ്റിയിൽ നമുക്കായിരിക്കും കൂടുതൽ എബിലിറ്റി. ബട്ട് ദാറ്റ് ഡസ് നോട്ട് മാറ്റർ. അവിടെ സംസാരിക്കുന്ന സമയത്ത് അവർ കൊച്ചു പിള്ളേരാണല്ലോ, ഇവർക്ക് എന്താ അറിയാം എന്നൊരു വൈബ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഫൗണ്ടർ മാർക്കറ്റ് ഫിറ്റിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആണ്. പക്ഷേ എക്സ്പീരിയൻസ് വരുന്ന സമയത്ത് ഓക്കെ, വി ഹാവ് ബീൻ ലൈക്ക് കോമ്പറ്റീഷൻസ്, വി നോ സ്റ്റഫ്, വി നോ വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. ആ ഒരു സംഭവം വരുന്ന സമയത്ത് വി ക്യാൻ സെൽ ഇറ്റ്. അല്ലാതെ ഞാൻ പോയിട്ടൊരു ഫ്ലൈറ്റ് കമ്പനിയാണ്, ആ ഫ്ലൈറ്റ് കമ്പനി ആ ഒരു കമ്പനിയിലേക്ക് വിൽക്കുകയാണെങ്കിൽ ഓക്കെ, ഇതിന് മുന്നേ എന്താണ് ഫ്ലൈറ്റ് കമ്പനിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണെങ്കിൽ ഒന്നും നടക്കാൻ പോകില്ല. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, ഇപ്പോൾ കേരളത്തിൽ ഒരു നല്ലൊരു യങ് ജനറേഷൻ ഓഫ് ടാലൻസ് ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ KPH കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഓരോ ആഴ്ചയും ഓരോ പ്രൊഡക്ട്സും ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രൊഡക്ട്സ് ചിലതൊക്കെ ഈസ് മേക്കിംഗ് ഇറ്റ്. ഈവൻ നമ്മൾ തന്നെ ഒരു KPH ഫണ്ട് തന്നെ ഫോം ചെയ്തിട്ടുണ്ട് ടു സപ്പോർട്ട് ബാക്ക് ഫൗണ്ടേഴ്സ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെ പുട്ടിങ് ഫണ്ട് ടുഗദർ ടു ബാക്ക്. അതും ഈ പറഞ്ഞ പോലെ എല്ലാം $1 billion ഓപ്പർച്യൂണിറ്റീസ് ഒന്നും അല്ല. ചിലപ്പോൾ ആവാതിരിക്കാം. ബട്ട് ചിലപ്പോൾ ഒരു 20K 30K ഒരു ചെക്ക് മതി, USD മതി ഫോർ ദം ടു ഈവൻ റൺ ഫോർ 1 year ആൻഡ് ഈവൻ ചുലി ഇത്. അപ്പോൾ ആ ഒരു സംഭവം ദാറ്റ്സ് വെർ KPH ഈസ് ഹെഡിങ് ടുവേർഡ്സ്, വെർ വി കുഡ് ബാക്ക് ഫൗണ്ടേഴ്സ് ആൻഡ് സപ്പോർട്ട് ഈവൻ. അതാണൊരു വേ ഓഫ് ഇറ്റ്. അപ്പോൾ ഹൗ കുഡ് മുഫീസ് ബി പാർട്ട് ഓഫ് ഇറ്റ് ആസ് വെൽ? ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് ഒരു പോയിന്റ്, ചില സമയത്ത് നമ്മൾ കുറേ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്താണ് ആക്ച്വലി കുറേ ഐഡിയ കിട്ടുന്നത്, ലൈക്ക് വാട്ട് ടു ബിൽഡ്. അപ്പോൾ ഐ തിങ്ക് ബൈ മീ കോഫിയുടെ ഒരു സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ മീ കോഫി ഒരു ബട്ടൺ ആയിരുന്നു, ലൈക്ക് ഇൻ ദിയർ മെയിൻ പ്രൊഡക്റ്റ്. അതായിരുന്നു ലൈക്ക് മെയിൻ പ്രൊഡക്റ്റ് ആയിട്ട് മാറിയത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും ഐ ഷുഡ് റാദർ ഡു സംതിങ് എൽസ്, ആ ഒരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ കീപ് ഷിപ്പിംഗ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് അതിൽ. അപ്പോൾ കമ്പനീസിലേക്ക് ഇങ്ങനെ കുറേ പിള്ളേർ ലൈക്ക് സ്റ്റുഡൻസ് ഒക്കെ ഇപ്പോൾ ലൈക്ക് ലോഞ്ച് ചെയ്യുന്ന കാണാനുണ്ട് പ്രൊഡക്റ്റ് ഹണ്ടിലും അതുപോലെയൊക്കെ. അപ്പോൾ അവർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് some of them could actually become like really good companies. അപ്പോൾ ചുമ്മാ സൈഡ് പ്രൊജക്ട് ചെയ്യുന്നത് ലൈക്ക് നല്ല ഐഡിയ ആണ്. അപ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വുഡ് ലൈക്ക് ടു സപ്പോർട്ട് ടു, റൈറ്റ്. അപ്പോൾ KPH ഫണ്ട് ഈ ഒരു ഐഡിയ ആക്ച്വലി ബ്രില്യൻ്റ് ആണ്. അപ്പോൾ ഒരു ആക്സിലറേറ്റർ പോലെ നമുക്ക് ഒരു സ്മോൾ ആക്സിലറേറ്റർ പോലെ ആക്ച്വലി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഐക്കോമേറ്റർ എൻ്റെ പോയിന്റ് എന്താണ്, ലൈക്ക് കുറച്ച് പിള്ളേരായിരിക്കും, ചിലർക്ക് ലൈക്ക് ആക്ച്വലി കിഡ്സ് ആയിരിക്കും, പക്ഷേ അവർക്കൊരു ഐഡിയ ഉണ്ട്, അവർക്കൊരു സ്കില്ലുണ്ട്. പക്ഷേ അവർക്ക് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് മണി കൊടുത്തു കഴിഞ്ഞാൽ they would actually flourish. Correct. അപ്പോൾ അത് നാട്ടിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുറേ സ്കില്ലുള്ള ആൾക്കാരുണ്ടായിരിക്കും. മേ ബി they don't have the like പ്രിവിലേജോ അല്ലെങ്കിൽ ആ ഫാമിലി സപ്പോർട്ടോ ആ ഒരു ഉണ്ടായിട്ടില്ല, ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കും. ബട്ട് ഹി ഹാസ് എ ഗുഡ് സ്കിൽസ്. അപ്പോൾ അത് ആരായാലും അവർക്ക് ഈ ഒരു കുഞ്ഞൊരു ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ they could actually make something really good. ആ ഒരു ഹൈപ്പോസിസ് ആണ്. That's what one of the things I want to be personally working for the next 5 years as well, more than that. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റി എന്താ അഭിപ്രായം? കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം, is it providing the right infrastructure and everything for leading a good career and good life? അപ്പോൾ അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും ഇൻ യുവർ പോയിന്റ് ഓഫ് വ്യൂ? സോ ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ആക്ച്വലി കറക്റ്റാണ്. ലൈക്ക് തിയറി അവർ പഠിപ്പിക്കുന്ന എല്ലാം ലൈക്ക് വേണ്ട കാര്യങ്ങളാണ്, അതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ പ്രാക്ടിക്കലിൽ ഒട്ടും ഫോക്കസ് ഇല്ല.
അപ്പോൾ മിക്കവരും പഠിച്ചിറങ്ങുന്ന സമയത്ത് ഒരു കോമൺ പാറ്റേൺ ഉണ്ട്. അവർ പഠിച്ചിട്ട് ഇപ്പോൾ നല്ല മാർക്ക് കിട്ടുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും അവരത് കഴിഞ്ഞിട്ട് ഒരു കമ്പനി കയറുന്ന സമയത്ത് 6 months ട്രെയിനിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർ പഠിച്ചതെല്ലാം ലൈക്ക് അഡ്വാൻസ്ഡ് കാര്യങ്ങളായിരിക്കും, ന്യൂറൽ നെറ്റ്വർക്സ് ഫ്രം സ്ക്രാച്ച്, അതേപോലെ സിസ്റ്റംസ് അസംബ്ലി ഒക്കെ. പക്ഷേ എഴുതാൻ പോകുന്നത് റിയാക്ട് ഒരു ജോബായിരിക്കും. അവർ 6 മാസം ട്രെയിൻ ചെയ്തിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യും, ലൈക്ക് ടെക്നോ പാർക്കിലേക്കായിരിക്കും, ലൈക്ക് സ്മോൾ എമൗണ്ട് ഓഫ് സാലറി ഒക്കെ ആയിരിക്കും. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൈൻഡ് ഓഫ് മില്ല് പോലെ വർക്ക് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു, ബിടെക് പഠിക്കുന്നു, ദെൻ ഈവൻ മെക്കാനിക്കൽ പഠിക്കുന്ന ആൾക്കാർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ് ഇപ്പം. ലൈക്ക് അപ്പോൾ ഒരു ആ സ്ട്രക്ചർ ഇപ്പോഴും മാറിയിട്ടില്ല, പ്രാക്ടിക്കലായിട്ട് ഫോക്കസ് ഇല്ല. ഓർ ഇവൻ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസിന് വരെ ലൈക്ക് വൈ കോമ്പിനേറ്റർ പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോഴായിരിക്കും അവർ കേൾക്കുന്ന ആദ്യമായിട്ട്. ഇത് കേൾക്കാത്തതുകൊണ്ടായിരിക്കും മേ ബി ദർ ഇസ് എ സ്റ്റുഡൻറ് ഹൂസ് ലൈക്ക് റിയലി ഗുഡ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ വൈ കോമ്പിനേറ്ററിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കില്ല. ബട്ട് ഇഫ് യൂണിവേഴ്സിറ്റി ലൈക്ക് ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ദം ടു വൈ കോമ്പിനേറ്റർ, മേ ബി ക്യാൻ അപ്ലൈ. അപ്പോൾ ആ ഒരു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തിയറിയിൽ നിന്ന് പ്രാക്ടിക്കലോട്ടുള്ള ഫോക്കസ് ഇപ്പോഴും വന്നിട്ടില്ല. ദെൻ ഈവൻ ഇഫ് അത് ചെയ്താൽ തന്നെ ഈ സിലബസ് എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ലൈക്ക് ടെക് വേൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇത് ഒരു സ്റ്റാറ്റിക് ആണ്, ഇത് പണ്ടത്തെ സിലബസ് തന്നെയാണ്, അതിപ്പോഴും അതേപോലെ തന്നെ കിടക്കും. പിന്നെ ആ ഒരു സ്റ്റുഡൻസിന് ഒരു ഫ്രീഡം കൊടുക്കുന്നില്ല. ലൈക്ക് ആ ഒരു അറ്റൻഡൻസും എക്സാംസും അല്ലാതെ പുറമേ ഈ ഒരു സംഭവം ആക്ച്വലി ട്രൈ ഔട്ട് ചെയ്യാനോ കുറച്ച് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യാനോ റിയൽ വേൾഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ആ ഒരു എൻകറേജ്മെന്റ് ഒട്ടും യൂണിവേഴ്സിറ്റിയിൽ ഇല്ല അപ്പോൾ കറന്റ്. ബട്ട് ഇറ്റ് ഷുഡ് ഹാപ്പൻ. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റുഡൻസിന് ഇതെല്ലാം അറിയാം, കാരണം സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് അവർ ഈ പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് ദേനോ. അപ്പം ആ ഒരു കോണ്ടെക്സ്റ്റും ആ ഒരു ക്വാളിറ്റിയുമുള്ള കണ്ടന്റ്, ഇപ്പോൾ ഇവൻ വൺ ഓഫ് ദ പ്രയോറിറ്റീസ് ഫോർ KPH പോഡ്കാസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്യുന്ന ഒരു ഇൻറ്റൻഷൻ ഈസ് ആ ഇന്റർനെറ്റ് ഈസ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഔട്ട് ദർ, നോട്ട് ദ വൺ യു ആർ ഇൻ, റൈറ്റ്? അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്ന ആൾക്കാർ വിൽ ബി സംവെയർ ഇൻ ദ ലൈക്ക് ദെയർ ഹൗസ്, തിങ്കിങ് അബൌട്ട് സംതിങ്, ദെൻ ദിസ് പോഡ്കാസ്റ്റ് മൈറ്റ് ബി ദ വൺ നോട്ട് ജസ്റ്റ് ദം ടു ബിൽഡ് സംതിങ്. അപ്പോൾ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സംഭവമാണ്. ആ ഒരു യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ സ്കൂളോ അല്ലെ ഈ പറഞ്ഞ കരിക്കുലം ഷുഡിൻ ബി ദ ഡിറ്റർമിനിങ് ഫാക്ടർ ഫോർ ദ സക്സസ് ഓഫ് എ സ്റ്റുഡൻറ്, റൈറ്റ്? അപ്പോൾ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ ഇതാണ്, ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ് ഹിയർ. ആൻഡ് വി ആർ ഡൂയിങ് എ മൂവ്മെൻറ്റ് ഹിയർ. ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒപ്പം തന്നെ നിങ്ങളെ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഗൂഗിൾ ഹാൾ ഓഫ് ഫെയിമിൽ കയറി പറ്റുന്നു കേട്ടു. ലൈക്ക് യൂഷ്വലി ദ ഹാൾ ഓഫ് ഫെയിം ഈസ് റിസർവ്ഡ് ഫോർ ഹ്യൂമൻ ബീങ്സ് ആൻഡ് യു മൈ ബി ദ ഫസ്റ്റ് നോൺ ഹ്യൂമൻ എൻട്രി ഓവർ ദർ. അപ്പോൾ ആ ഒരു സംഭവം എന്തായിരുന്നു? അപ്പോൾ ഞങ്ങൾ SRS ബിൽഡ് ചെയ്ത സമയത്ത് റിയൽ വേൾഡ് ഡാറ്റ വേണം, ലൈക്ക് ഇത് എത്രത്തോളം നല്ലതാണ് ഇൻ ദ റിയൽ വേൾഡ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ഓപ്പൺ സോഴ്സ് കോഡ് ബേസ് ഹാക്ക് ചെയ്യാൻ ചെയ്തത്. അപ്പോൾ ഇനീഷ്യലി ഞങ്ങൾ വൈ കോമ്പിനേറ്റർ കമ്പനീസ് ഹാക്ക് ചെയ്തു. ലൈക്ക് അറൌണ്ട് 9 ഓപ്പൺ സോഴ്സ് YC കമ്പനീസിൻ്റെ ഓപ്പൺ സോഴ്സ് റിപ്പോർട്ട് ആസ് സ്കാൻ ചെയ്യും. വി വുഡ് ഇമെയിൽ ദം, ബി ലൈക്ക് ഓക്കെ വി ആർ ദ ഗുഡ് കൈൻഡ്, സോ YC ബാച്ച്മേറ്റ്സ് ആണ്, യു ഹാവ് ടു ഫിക്സ് ദിസ് വൾനറബിലിറ്റി ലൈക്ക് ഫാസ്റ്റ്. അപ്പോൾ അതേപോലെ ഗൂഗിളിൻ്റെ ഒരു റിപ്പോസ്റ്റ് ചെയ്തു, ഒരു വെരി പോപ്പുലർ റിപ്പോസ്റ്റിൽ ഞങ്ങൾ സ്കാൻ ചെയ്തു, വി ഫൗണ്ട് എ ബഗ്, റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവർ ഫിക്സ് ചെയ്തു. ഇറ്റ് ഷുഡ് ബി പബ്ലിക് സൂൺ. അപ്പോൾ അതിലേക്ക് ഒരു ഹോൾ ഓഫ് ഫെയിം കിട്ടി ഓൺ ദ നെയിം ഓഫ് ആസ്റ്ററിസ്ക്. ദെൻ റീസെൻ്റ്ലി ന്യൂയോർക്ക് ടൈംസിൽ ഒരു ബഗ് കിട്ടി. അതിലേക്ക് വി വർ ഏബിൾ ടു ബേസിക്കലി പബ്ലിഷ് ആർട്ടിക്കിൾസ് ഓൺ ദെയർ ബിഹാഫ് വിത്ത് ആസ്റ്ററിസ്ക്. അപ്പോൾ ഓട്ടോണമസ്ലി ലൈക്ക് ഞങ്ങൾ ജസ്റ്റ് ബഗ് ബൗണ്ടിയോ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഡിസ്ക്ലോഷർ പ്രോഗ്രാംസ് ഉള്ള കമ്പനീസിൽ റൺ ചെയ്യും ആസ്റ്ററിസ്ക് ടു സീ ഹൗ ഇറ്റ് ഡസ് ഇൻ ദ റിയൽ വേൾഡ്. ഇത് ആക്ച്വലി സംടൈംസ് ലൈക്ക് ഒരു ആക്ച്വൽ ബഗ് കണ്ടുപിടിക്കും, ദെൻ വി വിൽ റിപ്പോർട്ട് ചെയ്ത് ദം. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക് ഇങ്ങനെ ഒരു ബോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്റർനെറ്റ് ഉണ്ടോ? നമ്മുടെ പോഡ്കാസ്റ്റ് ഒക്കെ ഹാക്ക് ചെയ്യും. ഓപ്പൺ സോഴ്സ് റെപ്പോസിറ്ററീസിലേക്ക് സ്കാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈക്ക് റിയൽ വേൾഡ് ഡാറ്റ കളക്ട് ചെയ്യാനാണ്. അപ്പോൾ അതിൽ ലൈക്ക് CVEs എന്ന് പറയും, അതാണ് ഓപ്പൺ സോഴ്സിലുള്ള വൺവിറ്റി കണ്ടുപിടിച്ചാൽ ID കിട്ടും. അപ്പോൾ അത് ആസ്റ്ററിസ്കിൻ്റെ പേരിൽ ക്രെഡിറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ വി ക്യാൻ ടോക്ക് അബൌട്ട് ഇറ്റ്. ഒരു ആക്ച്വൽ ക്രെഡിബിലിറ്റി ആയില്ലേ, വി ക്യാൻ ടോക്ക് അബൌട്ട് റിയൽ വേൾഡിൽ ബഗ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ലൈക്ക് ഇതൊക്കെയാണ് ബഗ്സ്. അതാകുമ്പോൾ കാരണം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനീസിനെ കുറിച്ച് അത്ര സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം സെക്യൂരിറ്റിയാണ്. അപ്പോൾ അവരെ കുറിച്ച് ലൈക്ക് ഒബ്വിയസ്ലി ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, NDAs ഉണ്ടായിരിക്കും. പക്ഷേ വി ക്യാൻ ടോക്ക് അബൌട്ട് ഓപ്പൺ സോഴ്സ്, കാരണം ഓപ്പൺ സോഴ്സ് ലൈക്ക് എനിത്തിങ് ഇസ് പബ്ലിക്. അതുകൊണ്ട് ഞങ്ങൾ നല്ലോണം ഫോക്കസ് ചെയ്യുന്നുണ്ട് സ്കാൻ ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ കേരളത്തിന് ഒരു ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അങ്ങനെയാണല്ലോ ഹോപ്പ് സ്കോച്ചും ഒരു ബഞ്ച് ഓഫ് ഗാങ്സ് ഉണ്ട്. അപ്പോൾ അവരെ പറ്റി ഒന്ന് ജസ്റ്റ് ഒരു ഷൗട്ട് ഔട്ട്, മേ ബി നമുക്ക് അവരെ പോഡ്കാസ്റ്റ് കൊണ്ടുവരും ചെയ്യാലോ. ഹോപ്പ് സ്കോച്ച് ലൈക്ക് ആൻഡ്രൂ ഫ്രം ഹോപ്പ് സ്കോച്ച്, അതുപോലെ കിരൺ ഹോപ്പ് സ്കോച്ചിലുള്ള അവരെല്ലാം ലൈക്ക് വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ അവരോട് ലൈക്ക് റീസെൻ്റ്ലി ലൈക്ക് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യം പല കാര്യങ്ങളും സംസാരിക്കും. അപ്പോൾ അവരും അതേപോലെ ലൈക്ക് സൈഡ് പ്രൊജക്ട്സും കാര്യങ്ങളും ലൈക്ക് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഹോപ്പ് സ്കോച്ചിന് സ്പെസിഫിക്കലി ആക്ച്വലി ഹോപ്പ് സ്കോച്ച് ഇസ് വൺ ഓഫ് അവർ കസ്റ്റമേഴ്സ്. സോ അതും ഒരു സംഭവമാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു മെയിൻ തിങ്ങാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൈ കോമ്പിനേറ്ററിൽ ഒരു സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാച്ച്മേറ്റ്സിൽ നമ്മൾ സെല്ല് ചെയ്യും. Similar thing happens here. Like നമുക്ക് KPH ഉള്ള കമ്പനീസിനോട് അവർ ഇഫ് ദേ വാണ്ട് ദ പ്രൊഡക്റ്റ് വി കൻ ജസ്റ്റ് സെൽ ഇറ്റ് ടു ദം. ദാറ്റ്സ് ജസ്റ്റ് ഹൗ ഇറ്റ് വർക്ക്സ്. ഒരു ഫ്രീ മാർക്കറ്റ് പോലെയാണ് ലൈക്ക് ഇന്ത്യനിലെ. അപ്പോൾ KPH ഇപ്പോൾ KYC ആക്കണോ? അപ്പോൾ ലൈക്ക് ആ ഒരു കമ്മ്യൂണിറ്റി ആസ്പെക്ട് ഉണ്ട് അതിനകത്ത്. ഓപ്പൺ സോഴ്സിൽ സ്പെസിഫിക്കലി ഇപ്പോൾ ചാറ്റ് ബോട്ട് ടൂൾ ജെറ്റ് അതുപോലെ ഹോപ്പ് സ്കോച്ച് എല്ലാം ഓപ്പൺ സോഴ്സ് ആണ്. ഞാൻ ഓപ്പൺ സോഴ്സിൽ വളരെ ആക്റ്റീവ് ആണ്. സൈഡ് പ്രൊജക്ട്സ് ആയാലും അതുപോലെ ദേവിക അതാണ് എന്തൊരു മിസ്സിംഗ് എലമെന്റ് എന്ന് തോന്നി. ദേവിക, ദാറ്റ് ഈസ് ദ തിങ് ദാറ്റ് ഈ പറഞ്ഞ ആസ്ട്രിക്സിന് മുമ്പ് ഒരു ഫ്യൂ മന്ത്സ് വരുൺ മായ ഒക്കെ കവർ ചെയ്ത ഒരു സംഭവമാണ് ദേവിക. എന്താണ് ദേവിക? സോ ദേവിക വാസ് യുവർ എക്സ് നെയിം? നോ, അങ്ങനെയൊന്നും അല്ല. ആ ചോദ്യം എന്നോട് ലൈക്ക് ഇതിപ്പോൾ ആദ്യത്തെ പ്രാവശ്യമല്ല ചോദിക്കുന്നത്, മിക്കവരും ചോദിച്ചിട്ടുണ്ട്. ഐ റിമെമ്പർ ലൈക്ക് ഞാൻ റിലീസ് ചെയ്ത സമയത്ത് കുറേ ദേവിക വന്നിട്ട് എന്നെ കണക്ട് ഒക്കെ ചെയ്തു ലിങ്ക്ഡിനിൽ. ലൈക്ക് അബ്സേർഡ്, ലൈക്ക് ആ ടൈം ഇച്ചിരി അബ്സേർഡ് ആയിരുന്നു സംഭവം.
ലൈക്ക് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. അന്ന് ആ സമയത്ത് ഡെവിൻ റിലീസായി ഫ്രം കോഗ്നിഷൻ ലാബ്സ്. വളരെ ഹൈപ്പ് ആയിരുന്നു. എല്ലാവരും പക്ഷേ ലൈക്ക് ജോബ്സ് എല്ലാം റീപ്ലേസ് ആവും, അങ്ങനെ ഒരു സംഭവമായിരുന്നു. അത് കണ്ട സമയത്ത് ലൈക്ക് അവരുടെ ഡെമോ ഞാൻ കണ്ടു. അവർ വെയിറ്റ് ലിസ്റ്റ് ആണ്, ലൈക്ക് ദേ ഡിഡ് നോട്ട് റിലീസ് പ്രൊഡക്റ്റ്, ജസ്റ്റ് വീഡിയോസ് മാത്രമേ ഉള്ളൂ. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഐ ക്യാൻ ബിൽഡ് ദാറ്റ്. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ, ജസ്റ്റ് ഒരു ആസ് എ ജോക്ക്, അതായത് ഹോപ്പ് സ്കോച്ച് ഫസ്റ്റ് ആക്ച്വലി പോസ്റ്റ് ഹ്യൂമൺ ആയിരുന്നു, ലൈക്ക് പോസ്റ്റ് മാൻ ആൾട്ടർനേറ്റീവ് പോലെ. അപ്പോൾ സിമിലർലി എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു. ഞാൻ ചുമ്മാ ചായ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐഡിയ വന്നു, ദേവിക ഡെവൻ, കാരണം ഡെവലപ്പർ എന്നുള്ള ഒരു സംഭവം ആണല്ലോ വന്നത്. അപ്പോൾ ദേവികയിൽ ഡെവലപ്പർ ഉണ്ട്. ഓക്കെ, ഹൗ അബൌട്ട്, ഞാൻ ജസ്റ്റ് ജോക്ക് ട്വീറ്റ് ഇട്ടു ലൈക്ക് ഡെവിൻ ദിസ് ഡെവിൻ ദാറ്റ്, ഹൗ അബൌട്ട് ദേവിക ദി ഓപ്പൺ സോഴ്സ് ആൾട്ടർനേറ്റീവ് ടു ഡെവൻ. ആ ട്വീറ്റ് ലൈക്ക് ഹിറ്റ് ഓഫ്, ലൈക്ക് കുറേ പേര് DM ചെയ്തു, ഓക്കെ ഐ വാണ്ട് ടു ജോയിൻ ദ പ്രൊഡക്റ്റ്, അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ എന്നാൽ ഓക്കെ, പിന്നെ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അവർക്ക് ഒരു 20 hours ഒരു ഹാക്കത്തോൺ സ്റ്റൈൽ ഞാൻ ഫുൾ അവർ ചെയ്ത എക്സാക്ട് സെയിം ഡെമോ ഞാൻ ഷോ ചെയ്തു, ട്വിറ്ററിലിട്ടു. പ്രൊഡക്റ്റ് ഹണ്ടിൽ ഒന്നും പോസ്റ്റ് ചെയ്തില്ല, ലൈക്ക് ഇറ്റ് വാസ് ജസ്റ്റ് ജോക്ക്. ഞാൻ ഓപ്പൺ സോഴ്സ് റിപ്പോർട്ട് ചെയ്ത് ലൈക്ക് 2 weeks 18K സ്റ്റാർസ് കയറി, ലൈക്ക് 4,000 users ആക്റ്റീവ് ഓൺ ഡിസ്കോഡ്. അതല്ലാതെ വേറെ യൂസേഴ്സ് ഉണ്ട്, ലൈക്ക് കോൺട്രിബ്യൂട്ടേഴ്സ് കുറേ പേര് വന്നു. അപ്പോൾ അതിലേക്കൊരു ബിസാർ സിറ്റുവേഷൻ ആയിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി എ ജോക്ക്. ലൈക്ക് അത് വെച്ച് എനിക്ക് ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല. ബട്ട് അത് ഐ ടേൺ ദാറ്റ് ഇൻ ടു ലൈക്ക് എ മാർക്കറ്റിംഗ് തിങ്. ലൈക്ക് അത് നേരെ കമ്പനിയിലേക്ക് റിഡയറക്ട് ചെയ്ത് കുറേ കസ്റ്റമേഴ്സും ലീഡ്സും കാര്യങ്ങളൊക്കെ കിട്ടി, ഇൻവെസ്റ്റേഴ്സും. ഈ ദേവിക ഇസ് മോർ ഓഫ് എ യൂസ് കേസ് ഓഫ് ആസ്ട്രിക് ആണോ, അങ്ങനെ എന്തോ ആണോ, അല്ലെങ്കിൽ ഇറ്റ്സ് ടോട്ടലി എൻ്റെ ഡിഫറെൻറ്റ് തിങ് ആൻഡ് ദേവിക ആസ് എ പ്രൊഡക്റ്റ് സെപ്പറേറ്റ്ലി സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഇനി ഫർദർ ഡെവലപ്മെന്റ് ഉണ്ടാവോ, അങ്ങനെയാണ് എൻ്റെ ഇത്? ദേവിക മേ ബി ലൈക്ക് ഒരു ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നുള്ളൂ. ലൈക്ക് അതൊരു കാരണം ഒരു ടെസ്റ്റ് ബെഡും ആണ്, ലൈക്ക് യൂസേഴ്സിനായിട്ട് ലൈക്ക് അവരെങ്ങനെ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് വി നോട്ട് പ്ലാനിങ് ടു ലൈക്ക് മോണിറ്ററൈസ് ഓർ ലൈക്ക് എനിത്തിങ് ലൈക്ക് ദാറ്റ്. അതാകുമ്പോൾ അങ്ങനെ സംഭവമൊന്നുമില്ല. ലൈക്ക് മിക്ക ഇൻവെസ്റ്റേഴ്സ് കുറേ പേർക്ക് ചോദിച്ചിട്ടുണ്ട്, ലൈക്ക് ഹൗ അബൌട്ട് മോണിറ്ററൈസിങ് ദിസ്, ഹൗ അബൌട്ട് ദിസ് വൺ, ലൈക്ക് ആ ഒരു സംഭവം ചോദിച്ചിട്ടുണ്ട്. ബട്ട് വി നോട്ട് പ്ലാനിങ് ടു ഡു ദാറ്റ്. കാരണം അത് ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് ഒരു ഫൺ സൈഡ് പ്രൊജക്റ്റ് ആയിരുന്നു. ലൈക്ക് അതിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പിന്നെ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സെക്യൂരിറ്റിയിലാണ്. ദാറ്റ്സ് ദ റീസൺ വൈ വി വർക്കിംഗ് ഓൺ ആസ്റ്ററിസ്ക്. അപ്പോൾ ആസ്റ്ററിസ്കിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് ലൈക്ക് ഐ കുഡ് ബിൽഡ് ദാറ്റ് തിങ് ലൈക്ക് സൂപ്പർ ഫാസ്റ്റ്. കാരണം ഒരു സിമിലർ ആർക്കിടെക്ചർ എനിക്ക് അറിയാം, ഹൗ ടു ബിൽഡ് AI agents. അപ്പോൾ ആ ഒരു സംഭവം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ. ബട്ട് ദർ ഇസ് നോ ലൈക്ക് കണക്ഷൻ ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം. ഐ വുഡ് സേ കോഡിംഗ് ഏജൻസ് ആണ് രണ്ടും. വി വർ ഏബിൾ ടു ലേൺ എ ലോട്ട് ഫ്രം ദാറ്റ്. റിയൽ വേൾഡ് യൂസേഴ്സിന് കൊടുക്കുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് യൂസേഴ്സ് എങ്ങനെ സംഭവം യൂസ് ചെയ്യുന്നത് ലൈക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ യൂസ് ഇറ്റ്. അപ്പോൾ അത് ദേവികന്ന് കുറേ കാലം പഠിക്കാൻ പറ്റി. വേറെ എങ്ങനെ പ്രൊഡക്ട്സ് യു ക്യാൻ ഷെയർ, എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് ഷെയർ ചെയ്ത് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഞാൻ ഓപ്പൺ സോഴ്സിൽ ലൈക്ക് പണ്ട് വന്നില്ലേ ചുമ്മാ കുറേ സൈഡ് പ്രൊജക്ട്സ് ആസ് എ ജോക്ക് ഇടും. സമ്മതം ലൈക്ക് റിയലി പോപ്പുലർ. കോഡ് ടു പ്രോംപ്റ്റ് എന്ന പ്രൊഡക്റ്റ് ഉണ്ട്, ലൈക്ക് വളരെ പോപ്പുലറാണ് ഇപ്പോൾ ലൈക്ക് AI എഞ്ചിനീയേഴ്സും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും തമ്മിൽ. സിമ്പിൾ പ്രൊഡക്റ്റ്, അത് ബേസിക്കലി ഒരു കോഡ് ബേസിൻ്റെ ഒരു സിംഗിൾ പ്രോംപ്റ്റ് ആക്കി ചങ്ക് ചെയ്ത് അത് ലൈക്ക് LLMസിനോട് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ദർ ഇസ് മൂൺ വാക്ക്. അത് ഇച്ചിരി കോൺട്രവേഴ്സ്യൽ പ്രൊഡക്റ്റാണ്. അത് ഓപ്പൺ സോഴ്സ് ആയിട്ട് റിലീസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീമിംഗ് ടൂളാണ്. ഒരു ലിനക്സ് സെർവർ എന്തെങ്കിലും ഹാക്ക് ചെയ്യുന്ന സമയത്ത് ആ ടൂൾ റൺ ചെയ്താൽ, മൂൺ വാക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ ട്രേസും ഇറേസ് ചെയ്യും. ലൈക്ക് ഡു എനിത്തിങ് ഓൺ ദ സെർവർ, റൺ മൂൺ വാക്ക് ഓൺ ഇറ്റ്. അതുവരെ ചെയ്ത എല്ലാ ട്രേസും ഇറേസ് ചെയ്യും, ആസ് ഇഫ് നോ വൺ വാസ് ദർ. എല്ലാം ലൈക്ക് ഹാക്ക് ചെയ്ത് എന്ത് വേണേൽ ചെയ്യാം. അതെല്ലാം ഫയൽ സിസ്റ്റം എല്ലാം റീസെറ്റ് ചെയ്ത് ലൈക്ക് മുമ്പത്തെ സ്ട്രക്ചറിലേക്ക് ആക്കി മാറ്റും, ലൈക്ക് എ ഗോസ്റ്റ് ഇൻ ദ ഷെൽ. അങ്ങനെ ഒരു ഓപ്പൺ സോഴ്സ് പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിരുന്നു. ഇതിൽ ദിസ് ബിൻ സെർവർ, ലൈക്ക് ഇറ്റ് ഇസ് ദ ഫാസ്റ്റസ്റ്റ് സ്റ്റാറ്റിക് വെബ് സെർവർ ഓൺ ഇൻ ദ ഓപ്പൺ സോഴ്സ്. ലൈക്ക് അത് റിലീസ് ചെയ്തിരുന്നു. എല്ലാം റസ്റ്റിലാണ്. അതെല്ലാം ലൈക്ക് ഫൺ സൈഡ് പ്രൊജക്ട്സ്. ഈ ഫൺ സൈഡ് പ്രൊജക്ട്സ് ഒരു ഇൻ എ വേ ചിലത് മോണിറ്റൈസ് ചെയ്യാൻ, ചിലത് ഔട്ട് ഓഫ് ഫൺ ആൻഡ് പാഷൻ ആണല്ലോ. അപ്പോൾ വാട്ട് ഡ്രൈവ്സ് യു ടു ബിൽഡ് ദീസ് പ്രൊജക്ട്സ്? എന്താണ് ആ ഒരു മുഫീദിന്റെ ഡ്രൈവ് ഫാക്ടർ എന്താണ്? ലൈക്ക് ഇതൊരു ഡീപ്പ് ക്വസ്റ്റ്യൻ അറിയാം, ബട്ട് സ്റ്റിൽ വാട്ട് ഡ്രൈവ്സ് യു ടു മേക്ക് ദീസ് തിങ്സ്? എനിക്ക് ലൈക്ക് ഒരു മോണിറ്ററി ഇൻസെൻറ്റീവ് ഓൾമോസ്റ്റ് ഒന്നിനും ഇല്ല പ്രത്യേകിച്ച്. എനിക്ക് കുറേ ആ ടെക്നിക്കൽ ചാനലാണ് ഇഷ്ടം. ലൈക്ക് ആസ്റ്ററിസ്കിൻ്റെ കേസിലും ദിസ് ഇസ് എ റിയലി ഹാർഡ് പ്രോബ്ലം സോൾവ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ലിമിറ്റിൽ സോൾവ് ആണ് ചെയ്തത്. ലൈക്ക് അതിന് എൻ്റെ ഒരു പ്രൊമൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഗീവ് മി എ പ്രോബ്ലം ദാറ്റ് യുവർ എഞ്ചിനീയേഴ്സ് കനോട്ട് സോൾവ്, ഐ വിൽ ഡു ഇറ്റ്. ലൈക്ക് ആ ഒരു പ്രിമൈസ് ആണ്. എനിക്ക് ആ ഒരു ടെക്നിക്കൽ ചാലഞ്ച് ഇഷ്ടമാണ്. ലൈക്ക് ഒബ്സസ് ചെയ്ത് ലൈക്ക് ഓൾ നൈറ്റേഴ്സ് ഒക്കെ പുള്ള് ചെയ്ത് ഒരു സംഭവം സോൾവ് ചെയ്യണം. അപ്പോൾ ലൈക്ക് അങ്ങനെയാണ് ഈ ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സ് ഒന്നും ലൈക്ക് വേറെ ആരും ചെയ്യാത്ത പ്രൊജക്ട്സ് ആണ്. അപ്പോൾ ഞാനത് ആദ്യം ചെയ്യും. ദെൻ ലൈക്ക് അത് കുറേ നേരം അതിൽ റിസർച്ച് ഒക്കെ ചെയ്ത്, കാരണം കുറേ കാലം പഠിക്കാൻ പറ്റും. ലൈക്ക് ആ ഒരു സംഭവം കാരണം എനിക്ക് വൈ കോമ്പിനേറ്ററിൽ കുറേ യൂസേഴ്സ് വന്നിട്ടുണ്ട്. ലൈക്ക് വൈ കോമ്പിനേറ്റർ ബാച്ച് മിസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ബിക്കോസ് ഐ നോ ദാറ്റ് ടെക്നിക്കൽ സൈഡ്. പിന്നെ ആ ഒരു ഈ ഹാക്കിംഗ് വേൾഡിൽ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാം അറിയണം ഒരുമിച്ച്. അപ്പോൾ അന്നാ മറ്റേ റെയ്ബാൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, IoT ഒന്നും ഞങ്ങളുടെ ഇൻഡസ്ട്രി പോലും ഇല്ല, ബട്ട് വി ഹാവ് ടു നോ ദാറ്റ്. അപ്പോൾ അത് ഈ സൈഡ് പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ലൈക്ക് എൻ്റെ ഇൻക്ലിനേഷൻ മോസ്റ്റ്ലി ടു ദ ടെക്നിക്കൽ സൈഡാണ്. ഞാൻ ഒരു ബിസിനസ് ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ല. ലൈക്ക് ടു ബി ഓണസ്റ്റ് ഞാൻ ടെക്നിക്കലാണ്. അപ്പോൾ വൈ കോമ്പിനേറ്റർ ഇസ് ഫോർ ടെക്നിക്കൽ പീപ്പിൾ ടു. ലൈക്ക് ആ ഒരു ട്രോപ്പ് ഉണ്ട് അതിനകത്ത്. ലൈക്ക് വൈ കോമ്പിനേറ്റർ എല്ലാ ബാച്ച്മേറ്റ്സും സിമിലർ ആണ്. ലൈക്ക് അവർ ബിസിനസ് ഒരു എക്സ്പീരിയൻസും ഇല്ല, ബട്ട് ദ ജസ്റ്റ് ടെക്നിക്കൽ പീപ്പിൾ. അവരെല്ലാം ഗിറ്റ്ഹബിൽ ഓപ്പൺ സോഴ്സ് സൈഡ് പ്രൊജക്ട്സ് ഉണ്ടായിരിക്കും. നമ്മൾ അവിടെ പോകുന്ന സമയത്താണ് ഐ ഫൗണ്ട് മൈ പീപ്പിൾ. ആ ഒരു സംഭവം ഉണ്ട്. ദാറ്റ്സ് റീസൺ. ബേസിക്കലി എലൻ മസ്ക് ഇൻ മേക്കിംഗ് ആണ് ഫ്രം കേരള. ഒന്നും പറയാൻ പറ്റില്ല. Okay, I think that's Mufeed for the audience, and thanks Mufeed for joining the KPH podcast. Thank you for having me.